Okay, thank you, Dr. Dhanesh. Thank you, doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1335 ദിവസമാണ്. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഡോക്ടർ മധുസൂദന പണിക്കർ സാറിനോടൊപ്പം ചോദ്യോത്തരവേള എന്ന പ്രോഗ്രാമാണ്. ഇന്ന് ഈ ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് വേണ്ടിയും എല്ലാവരും റെഡിയായിരിക്കണം. മധുസൂദന പണിക്കർ സാറ് എല്ലാവരുടെയും കേസിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ സാറിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സാർ നമുക്ക് ഷെയർ ചെയ്യും. അപ്പൊ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ചോദിക്കുവാനും റെഡിയായിരിക്കുക. എന്തായാലും ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ധനേഷ് ഡോക്ടറെ നമ്മളെ സാറ് കയറിയിട്ടുണ്ടോ? സാറ് ജോയിൻ ചെയ്തിട്ടില്ല. ഞാനൊന്ന് വേറെ നമ്പർ വിളിച്ചു നോക്ക്. ഓക്കെ, ഉണ്ട്. സാറെത്തി. ഞാനൊന്ന് സാറിനെ ഒന്ന് ഇന്നലെ സാറിന് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സാറ് കോ ഹോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോ ഡോക്ടറെ ഹോസ്റ്റ് ആക്കും. അപ്പൊ എന്നെ കോ ഹോസ്റ്റ് ആക്കിയിരുന്നേ. ഓക്കെ, സാർ എത്തിയിട്ടുണ്ട്. സാറിന് വീഡിയോ ഒക്കെ ഓൺ ആക്കാം സാറേ. ഇപ്പൊ വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ സാർ, കണ്ടില്ല. ഞാൻ ഉണ്ട്. ഡോക്ടർ മധു എന്നാണ് സാറ്. ശരിയാണല്ലേ, കോ ഹോസ്റ്റ് ആക്കിയിരിക്കുന്നു. പക്ഷെ സാറ് വീഡിയോ ഓൺ ചെയ്തില്ല. വീഡിയോ തന്നെ ഉള്ളായിരിക്കും സാറിന്. ഇന്ന് സാറ്റർഡേ അല്ലേ, നല്ല തിരക്കായിരുന്നു. ശരി, സാറ് വരട്ടെ. വീഡിയോ സ്പീച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ. അതെ, വീഡിയോ ഇല്ല. അപ്പൊ സാറ് ഇന്ന് സാറുമായിട്ടുള്ള ചോദ്യോത്തരവേളയാണ്. ചോദ്യോത്തരവേള സെഷനിലേക്ക് ഞാൻ സാറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ഡോക്ടേഴ്സ് എല്ലാം അവരുടെ സംശയങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ഓരോരുത്തരായി സാർ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. സാർ ഒരു ഇൻട്രൊഡക്ഷൻ പറയും സാറിന്റെ, കഴിഞ്ഞിട്ട് സെഷനിലോട്ട് പോകാം. ഓക്കെ, എല്ലാവർക്കും നന്മ. സാമലുഹാൻമാൻ ഡോക്ടർക്കും ബാബായിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് കുറച്ചു നേരത്തെയാണ് ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ കൂടാമെന്ന് വെച്ചു. വലിയൊരു ഗാംഭീര്യമായിട്ടുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കണ്ട, എന്നാലും ആയിക്കോട്ടെ. ധനേഷ് ഡോക്ടറുടെ സ്നേഹമുള്ള ഒരു വെൽക്കം നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ ഡോക്ടറെ? ഓക്കെ, ചോദിക്കാം. ചോദിക്കാനായി സാറിന് ആമുഖമായിട്ട് എന്തെങ്കിലും പ്രാക്ടീസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സാർ? എല്ലാരും പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് വലിയ ഒരു ടഫായിട്ടുള്ള, എന്ന് പറഞ്ഞാല് നമ്മള് വളരെയേറെ പഠിച്ചിട്ട്, നമുക്കറിയില്ല, മയാസം പഠിക്കുമ്പോ തന്നെ നമ്മള് സോറിക്ക് എന്താണെന്ന് പഠിക്കണം, സൈക്കോട്ടിസം എന്താണെന്ന് പഠിക്കണം, സിഫിലിസം എന്താണെന്ന് പറയണം. പിന്നെ ഇത് രണ്ടും കൂടുമ്പോഴുള്ള പ്രതിഭാസം ആയ ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു, അതിന്റെ സാഹചര്യം എന്താണ്, അതിന് നമ്മള് അപ്പം 3 മയാസത്തിൽപ്പെട്ട മരുന്നുകൾക്കും ഇതിനകത്ത് ആക്ഷൻ ഉണ്ട്. 3 മയാസത്തിൽപ്പെട്ട ആളുകളുടെ ക്യാരക്ടർ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ കാലി ഗ്രൂപ്പാണ്, കാലി ഗ്രൂപ്പിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ്, ആഴ്സനിക് ആണെങ്കിൽ ആഴ്സനിക്കിന്റെ കോമ്പിനേഷൻസ്, ഓറോ ആണെങ്കിൽ ഓറത്തിന്റെ, മെർസോൾ ആണെങ്കിൽ മെർസോളിന്റേത്, അങ്ങനെ എല്ലാ ഡിഫറെന്റ് എലിമെന്റ്സിന്റെയും
വെജിറ്റബിൾ കിങ്ഡം, എല്ലാ കിങ്ഡത്തിന്റെയും മെഡിസിന്റെ ഡിഫറൻസിയേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഇപ്പൊ സൈനേറ്റം ഗ്രൂപ്പ്, സൈനേറ്റം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് വരുത്തുന്ന ചേഞ്ചസ് സ്കിന്നിലും ടിഷ്യൂസിലും മസ്കുലേച്ചറിലും ഒക്കെ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലൂറൈഡ്, ദെൻ അയഡൈഡ്, അങ്ങനെയുള്ള ഓരോ കമ്പോണൻസിനെ ഇൻഡിവിജ്വലായിട്ട് പഠിക്കുകയും മയാസ്മാറ്റിക് മെഡിസിൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ വിപുലമായിട്ട് പഠിച്ചിട്ട് അതിന്റെ ക്യാരക്ടർ തറവാക്കുകയും ചെയ്താലേ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ക്യാൻസർ അപ്രോച്ച് ട്രീറ്റ്മെന്റിൽ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചെറുതെ കാണുന്ന ഒരു മരുന്ന് കൊടുത്തിട്ട് കുറെ കൂടെ വിപത്തുകൾ വരുത്തി വെക്കാം, പേരുദോഷം വരുത്തി വെക്കാമെന്നല്ലാതെ അതിനകത്ത് വലിയ നന്മ ചെയ്യാനുള്ള ഒരു അവസരം വളർച്ച കുറച്ചേ കിട്ടത്തുള്ളൂ. ഹോമിയോപ്പതി വളരെ നല്ല ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, ഇപ്പൊ മോർഫിൻ പോലുള്ള മരുന്നൊക്കെ കൊടുക്കുമ്പം നമ്മളുടെ 3, 4, 5 ഗുളിക അരൗൺസ് വെള്ളത്തിൽ കലക്കി 10 മിനിറ്റ് എടുത്തിട്ട് ഇടവിട്ട് കൊടുക്കുമ്പോഴ് അതിന് റിലീഫ് കിട്ടുന്നത് ഒരു ഭയങ്കര അത്ഭുത പ്രതിഭാസമല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും, പക്ഷെ നമ്മൾ അത്രയും ഡെപ്തിൽ പഠിക്കണം. ഇപ്പം വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു 30 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് അതിന്റെ മരുന്നുകളും അതിന്റെ പുസ്തകങ്ങൾ പുതിയത് കൂടുതൽ ഇപ്പോഴും നമ്മളെ രാജൻ ശങ്കറിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫറൻസിയേഷൻ, ഫെറോക്ക് മാസ്റ്ററുടെ അപ്രോച്ച് ഓഫ് ഹോമിയോപ്പതി, കൽക്കട്ടയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിന്റെ 5 തലമുറയായിട്ടുള്ള അവരുടെ സ്റ്റഡിയൊക്കെ ഞാൻ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി പോലെ ഞാനും ഡോക്ടർ ലക്ഷ്മി എന്റെ മോളും കൂടെ നമുക്കറിയാത്ത മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങിച്ച് കുറിച്ചു വെച്ച് പഠിച്ചുണ്ടാക്കിയ ഒരു കുറച്ച് ജ്ഞാനം മാത്രമാണ് നമുക്ക് ഇതിനകത്തോട്ട് കയറി വരാനുള്ള ഒരു ധൈര്യം തന്നത്. ആ ധൈര്യം കൊണ്ട് നമ്മൾ അപ്പോഴേ ക്യാൻസർ ഒന്നും ചികിത്സിക്കാൻ ശ്രമിച്ചില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ കമ്പോണൻസിലും ബോഡിയിലുള്ള എഫക്ട്സ്, സൈഡ്, ലൈങ് ഓൺ സൈഡ്, അതിന്റെ മൊഡാലിറ്റീസ്, അഗ്രവേഷൻ, ഡാമ്പ്, കോൾഡ്, വാംത്, ലൂക്കോം, ഇതിന്റെയൊക്കെ ഈ റിലേഷൻഷിപ്പ് വെച്ച് ഓരോ മരുന്നും മാറുമ്പോഴേ അത്രയും അക്യുറേറ്റ് ആയിട്ട്, കാര്യം നമുക്കൊരു പേഷ്യന്റിനെ പ്രത്യേകിച്ച് ഒരു കൺസൾട്ടിങ് ഫീ ഒക്കെ വാങ്ങി നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് നന്മ കിട്ടിയില്ലെങ്കിൽ 1, 2 പ്രാവശ്യം കഴിയുമ്പോൾ അവർ പോവും. അത് മാത്രമല്ല, നമ്മൾ പറയുന്നത് വളരെയേറെ ശ്രദ്ധയോടുകൂടി. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ തന്നെ നമ്മൾ ചുമ്മാ ഏത് വശമാണ്, അപ്പിയറൻസ് ഏതാണ്, ഒരു മയാസോ അല്ലെങ്കിൽ തെർമൽ റിയാക്ഷനോ വെച്ചിട്ട് മയാസം കണ്ടുപിടിക്കാനും ട്രീറ്റ് ചെയ്യാനും പെട്ടെന്ന് സാധിക്കത്തില്ല. അതിന്റെ ഇപ്പൊ മെർസോളിന്റെ ഒരു നേച്ചർ കണ്ടു, മെർസോളിന്റെ ഡിസ്ചാർജിന്റെ കണ്ടു. ആ പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ ബെറേറ്റ ഗ്രൂപ്പാണോ, മെർസോൾ ഗ്രൂപ്പാണോ, കൽക്കറിയ ഗ്രൂപ്പാണോ, നാട്രം ഗ്രൂപ്പാണോ, ലൈക്കപ്പോഡിയോ ആണോ, ലാക്കസിസ് ആണോ, ലാക്കസിന്റെ സ്നേക് ഗ്രൂപ്പാണോ. അതിനകത്ത് ജോർജ് വിത്തൽകോസിന്റെ ഒരു കമന്റ് ഉണ്ട്. ആ കമന്റിൽ എന്ന് പറഞ്ഞാൽ എനി വാസ്കുലർ ഡിസീസ് ഓർ കാർസിനോജനസിസ് വിച്ച് എഫക്ട് ദി വാസ്കുലർ ടിഷ്യൂസ് മെയിൻലി വിത്ത് എ ലോ കൗണ്ട് ഓഫ് INR, we can try Crotalus viridis. അപ്പൊ എന്തെല്ലാം കാര്യം അദ്ദേഹം പറഞ്ഞു. വാസ്കുലർ റിലേറ്റഡ് ഡിസീസ് ആയിരിക്കണം, ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ വാസ്കുലർ ഇന്റൻസിറ്റി വേണം, പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്റ്റാർവേഷനോ എക്സസ് കൊണ്ടുള്ള ഡീജനറേറ്റീവ് പ്രോസസ് വേണം. ആ ഡീജനറേറ്റില് ഫർദർ ഇൻഫെക്ഷൻ, ബാക്ടീരിയയോ ഫങ്ഷണലോ ഒക്കെ ആയിട്ടുള്ള മയാസ്മാറ്റിക് ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസ് സ്റ്റഡി ചെയ്യുമ്പം അതുപോലെ തന്നെ നമ്മൾ മരുന്നും ഇപ്പൊ മെർസോൾ ആണെങ്കിലും മെർക്ക് ഗ്രൂപ്പിൽ വരുന്ന ഓരോ ചേഞ്ചസ് അതുപോലെ പഠിച്ചാലേ ഈ വരുന്ന പതോളജി നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് മരുന്നാക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ, വേറെ ആരെയും ബോധിപ്പിക്കാനല്ല. പക്ഷെ ഒരു മെഡിസിൻ കൊടുത്ത് നമ്മൾ ഫീ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അത്രയും സഫറിങ് പീപ്പിളിനെ നമ്മൾ കൂടെ നിർത്തുമ്പോൾ നമ്മൾക്ക് കോൺഫിഡൻസ് വേണം നമ്മളുടെ ചെയ്വന് ശരിയാണെന്ന്.
അപ്പൊ സക്സസ് വരും. അതൊരു ചെറിയൊരു കാര്യമല്ല. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഹോമിയോപ്പതിക്ക് സുഹൃത്തുക്കൾ തന്നെ ചിലരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവരൊരു ഡീപ്പായിട്ടുള്ള ഒരു ഡീജനറേറ്റീവ് പ്രോസസ്സിൽ ഇപ്പൊ സിറോസിസ് ഓഫ് ലിവർ അല്ലെങ്കിൽ വിത്ത് HCC ക്യാൻസർ ലിവറില് അവരൊരു LFT ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ വിളിക്കുമ്പോൾ അത് നോർമലാണെന്നാ പറയുന്നത്. അപ്പൊ ഒരിക്കലും നോർമലായ LFT ഒരാളിൽ മാസീവായിട്ടുള്ള ഒരു ലിംഫാറ്റിക് എഡിമ ഉണ്ടാകേണ്ട സാധ്യതയില്ല. ഒരു റിട്ടൻഷൻ അല്ലെങ്കിൽ അസൈറ്റിസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ട് ഡീജനറേറ്റീവ് പ്രോസസ് ബ്ലഡിനകത്ത് കാണണം. അപ്പൊ അത് ശ്രദ്ധിക്കാതെ LFT നോർമലാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പം നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ അതിനകത്ത് കാര്യങ്ങൾ കാണുമ്പോൾ അതിന്റെ പതോളജി നമുക്ക് മനസ്സിലാകും, ഏത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാകും, ഏത് മെഡിസിൻ ആക്ട് ചെയ്യുമെന്ന് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നത്, LFT എല്ലാം നോർമലാണ്. ഒരു പിന്നെ HCCയിലെ ഒരു ഡോക്ടർ എനിക്ക് റെഫർ ചെയ്തതാണ്. അദ്ദേഹം ഒരു നല്ല ഫേമസ് ഡോക്ടറാണ്, പേഷ്യൻസ് ഉള്ള ഡോക്ടറാണ്. അപ്പൊ റെഫർ ചെയ്തു, വിടാൻ പറഞ്ഞു. ഞാൻ വിട്ട് നോക്കി. അപ്പൊ ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് എന്റെ ഭഗവാൻ എന്തെങ്കിലും ഒരു ക്ലൂ എനിക്ക് തരും, അല്ലെങ്കിൽ എന്റെ അടുത്തോട്ട് ഈ പേഷ്യന്റ് വരേണ്ട കാര്യമില്ല. ഈവൻ ദോ ദ ട്രീറ്റഡ് ഡോക്ടർ ഈസ് വെരി ബിഗ് പേഴ്സണാലിറ്റി വിത്ത് എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ ആ എളിമയോട് കൂടി അത് സ്റ്റഡി ചെയ്തപ്പം എനിക്ക് കിട്ടിയ 2-3 ക്ലൂ കിട്ടി. എന്തെന്താ, അദ്ദേഹം നോക്കിയപ്പം GGT നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ GGT നോക്കി, ജോണ്ടിസ് ഒന്നുകൂടെ നോക്കി. ഇപ്പൊ സെറബൽ റൂബിൻ 3.5 ഉണ്ട്, GGT ഗ്രാജുവലി ഇൻക്രീസിംഗ് ഉണ്ട്, എബവ് 300 ആണ്. അതിന്റെ നോർമൽ റേഞ്ച് 40 to 60 ഒക്കെയാ. അപ്പൊ GGTയുടെ ഇന്റർപ്രിറ്റേഷൻ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണ്. അതുകൊണ്ട് ജോയിസ് നിന്നിട്ടും ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുത്തിട്ട് ജോണ്ടിസ് കുറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമുണ്ടെന്നാണ് എന്റെ അപ്രോച്ചിലും എന്റെ സ്റ്റഡിയിലും ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് 2 ഓപ്ഷനാണ് എന്റെ സ്റ്റഡിയിലുള്ള, എന്റെ അറിവിലുള്ള. ഒന്ന് കാലിമോറും ഒന്ന് അസ്താക്കസ് ആണ്. ഈ അസ്താക്കസിന്റെ ഒരു ലക്ഷണം സിവിയർ റിച്ചിങ് ഉണ്ട്. മറ്റതാണെങ്കിൽ റിട്ടൻഷൻ വന്നിട്ട് ജോണ്ടിസ് ഗ്രാജുവലി കൂടും. അതിനകത്ത് ഡയറക്റ്റ് ബിലിറൂബിൻ കൂടുന്നതായിട്ടാണ് നമ്മുടെ ഒരു സ്റ്റഡി കണ്ടിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പൊ സെറബൽ റൂബിൻ ഗ്രാജുവലി കൂടുന്നു, ഡയറക്റ്റ് ബിലിറൂബിനുണ്ട്, ആൽബമിൻ 3 ഉള്ളൂ, ഗ്ലോബലിൻ ഭയങ്കര ഹൈ ആണ്. അത് ഒരു നല്ലൊരു ഇൻഡിക്കേഷൻ ഹോമിയോപ്പതിക്കും നല്ലൊരു പതോളജിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഈ HCCയിലും ഉണ്ടാക്കുന്ന ഒരു ടെസ്റ്റാണത്. അതിന്റെ ഒരു ടെസ്റ്റിന്റെ അവസ്ഥ ഏതാ. ഞാനതെല്ലാം മറന്നു, മറ്റുള്ളവർ കൊടുത്തതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ കാലിമോർ 10 ആ പേഷ്യന്റ് കൊടുത്തത്. പക്ഷെ വിതിൻ 3 days എന്നിട്ട് അവരോട് പറഞ്ഞു. അപ്പൊ ഈ കോഴ്സിൽ എൻ്റെ അടുത്ത് വരണതിന് മുമ്പ് തന്നെ 3-ന്ന് 12 ആയിട്ടുണ്ടായിരുന്നു ബിലിറൂബിൻ. ഞാൻ പറഞ്ഞു വിതിൻ 10 days ബിലിറൂബിൻ 1 point കുറയുവാണെങ്കിൽ ഐ വിൽ ടേക്ക് ഓറിച്ച്. ഭാഗ്യം കൊണ്ട് കാലിമോർ 10 നമ്മൾ കൊടുത്ത് 5 ദിവസം കഴിഞ്ഞപ്പോ 0.3 കുറഞ്ഞു, കൂടിയില്ല. അപ്പൊ നമ്മുടെ അനാലിസിസ് എന്തുവാണ്, ഒബ്സ്ട്രക്ഷൻ ഗെറ്റ് റിലീഫ്. ഗ്രാജുവലി പിന്നെ വെയിറ്റ് ചെയ്തു 10 കൊടുത്തോണ്ട്. നമ്മൾ അതിനകത്ത് കൊടുത്ത ചിൽഡ്രോണിയം 03 കൊളസ്ട്രിനം ഒരാഴ്ച കൊണ്ട് അവരുടെ ബിലിറൂബിൻ 3.2 ആയി. GGT പാടെ കുറഞ്ഞു. ഞാനൊരു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഒബ്സ്ട്രക്ഷൻ ഈസ് റിലീഫ്ഡ്. അത് ഓപ്പറേഷൻ വെച്ചിരിക്കണം. സ്റ്റെന്റ് ഇട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ ഒരു ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ അതിലാണ് AFP വളരെ ഹൈ ഉണ്ടായിരുന്നത്. ആ പേഷ്യന്റ് ഇപ്പൊ 1.5 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പൊ ക്യാൻസർ ചികിത്സയില് യുക്തി, സ്റ്റഡി, അതിനുള്ള അറിവ്, അതിന്റെ ഹോമിയോപ്പതിക് കൺവേർഷൻ. ഞാൻ ആദ്യം തൊട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് എന്ത് മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്നു, ആ മെഡിസിൻ എന്തെല്ലാത്തിൽ ആക്ട് ചെയ്യുന്നു, അതുപോലുള്ള ഒരു ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം കാർഡിയാക് ഡിസീസിലായാലും സ്ട്രോക്കിലായാലും ഈ ക്യാൻസറിലായാലും ഞാനിപ്പം ഭയങ്കരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അതിനകത്ത് ഒത്തിരി അത്ഭുതകരമായുള്ള ഒരു തെറാപ്പറ്റിക്സ് ക്ലൂവും ഗുണവും ആ അപ്രോച്ചിൽ കിട്ടുന്നുണ്ട്. റീനൽ ഫെയിലുവറിൽ പോലും റീനൽ ഫെയിലുവറിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് ആദ്യം ഡയബറ്റീസ് തുടങ്ങി, പിന്നെ ഡ്യൂ കോഴ്സിൽ ഹൈപ്പർ ടെൻഷൻ കൂടെ കിട്ടി.
ഞാനൊരു വെബിനാറിലാണ്. 10 മണിക്ക് ഫ്രീ ആയതുകൊണ്ട് 10 മണി കഴിഞ്ഞിട്ട് വിളിച്ചു. അപ്പോഴ് യുറീമിയ ഡ്യൂ ടു ഡയബറ്റീസ്, chronic diabetes, uremia due to hypertension prolonged, uremia due to uric acid increasing. അപ്പൊ ഈ 3 കാര്യങ്ങൾ അതിനകത്ത് ശക്തമായിട്ടുണ്ട്. കുറെ അധികം മരുന്നുകളുണ്ട്. വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂറോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലാണ്. ഞാൻ ഒരു സെമിനാറിലാണ്, വെബിനാറിലാണ്. 10 മണിക്ക് ഞാൻ ഫ്രീ ആകത്തുള്ളൂ. 10 മണി കഴിഞ്ഞിട്ട് വിളിക്കും. വിട്ടുപോയി ക്ലൂ. പറഞ്ഞു വന്നത് ഏതായിരുന്നു? കേൾക്കുന്നില്ല. പിന്നെ യുറീമിയയുടെ കാര്യം, യുറീമിയയുടെ കാര്യം. അപ്പം നമ്മുടെ ഒരു അപ്രോച്ച് നമ്മളെന്നൊരു വളരെ ഇപ്പം സെറാത്താമിനാണ്. സെറാത്താമിൻ എന്ന് പറയുന്നത് ഡയബറ്റീസ് യുറീമിയ ഡ്യൂ ടു ഡയബറ്റീസ്. ഞാൻ സെറാത്താമിനും 0.3 രാത്രി ഡ്യൂ ടു ഹൈപ്പർ ടെൻഷന് സീക്കലി കോറ, ആസിഡ് പെക്രിക്കും ഓറമെറ്റോ 3 മെഡിസിനാ. അതിൽ ഇവന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പിക്രിക് ആസിഡ് 0.3 3 പില്ല് രാവിലെ, മറ്റേ 3 ഇട്ട് ഒരു ഇൽസറവും കൂടെ. കാർഡിയോളജി ഉണ്ടോ, അല്ലെങ്കിൽ കൂടെ യുറീമിയ ഉണ്ടെങ്കിൽ ഏറ്റവും യൂറിക് ആസിഡ് കൂടുതലുണ്ട്, യുറീമിക് കേസിലാണ്. ഇത് 3ഉം കൂടെ വരുവാണെങ്കിൽ കോൾച്ചിസിൻ എന്നൊരു വണ്ടർഫുൾ മെഡിസിൻ ഉണ്ട്. കോൾച്ചിക്കമല്ല, കോൾച്ചിസിൻ. ഇത് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പം അത്ഭുതകരമായിട്ട് യുറീമിയ കുറയും, ക്രിയാറ്റിൻ കുറയും. നമ്മൾ ഗ്രാജുവലി ഇംഗ്ലീഷ് മരുന്ന് കുറക്കും. ഇംഗ്ലീഷ് മരുന്ന് ഗ്രാജുവലി കുറക്കുമ്പോൾ ആ പ്രഷർ കുറയും. അപ്പൊ വളരെ നാളെ ഈ അപ്രോച്ചിൽ അവരുടെ പ്രഷറും അവരുടെ ഡയബറ്റീസും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. യുറീമിയം കൺട്രോൾ ചെയ്യാം. പേഷ്യന്റിനെ ഡയാലിസിസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതുപോലെയാണ് എൻ്റെ ഒരു അപ്രോച്ച്. അവിടെ സിംഗിൾ മെഡിസിനേക്കാൾ കൂടുതൽ അലോപ്പതിയിൽ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പതോളജി ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് ആ പതോളജി കറക്റ്റ് ചെയ്യാനുള്ള ഹോമിയോ മരുന്ന് കണ്ടെത്തി. അതാണ് കാർഡിയോളജിയില് എന്റെ ഒരു റിസർച്ചിൽ എനിക്ക് കിട്ടിയ ഒരു നന്മ. ബോത്രോപ്സ് ലാങ്ക്നേറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്ന് ഡീപ് ഡെപ്ത് സ്റ്റഡിയിൽ നമുക്ക് കിട്ടിയ ക്ലൂ എന്താണ്? ക്ലോട്ട് ഉണ്ടാക്കണ പെർട്ടിൻ കണക്ട് ചെയ്യാൻ, ക്ലോട്ട് ഉണ്ടാക്കാൻ പ്രോത്രോംബിൻ ത്രോംബോപ്ലാസ്റ്റിനെ കണക്ട് ചെയ്യത്തില്ലെന്നാണ് നമ്മുടെ ബോത്രോപ്സ് കൊടുത്തു കഴിഞ്ഞാൽ. അതാണ് അതിന്റെ ആക്ഷൻ. അതുകൊണ്ട് ക്ലോട്ട് ഉണ്ടാകുന്നില്ല. ഇറ്റ് ഈസ് എ സയന്റിഫിക് റിസർച്ച് റിപ്പോർട്ട്, പ്രൂവ്ഡ് റിപ്പോർട്ട്. അതുകൊണ്ട് എന്താ ഗുണം? ബോത്രോപ്സ് കൊടുക്കുന്ന ഒരാളിന് ക്ലോട്ട് ഉണ്ടാകത്തില്ല. അപ്പൊ അതിന് എക്കോസ്പെരിന് പകരം നമുക്ക് ഉപയോഗിക്കാം, ക്ലോപ്ലെറ്റിന് പകരം ശക്തമായിട്ട് ഉപയോഗിക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ് ഇത് കൊടുത്തിട്ട് അവർ വാച്ച് ചെയ്യുന്ന മോഡേൺ മെഡിസിനിൽ ബിരുദാനന്തരത്തിലുള്ള നല്ല ഡോക്ടർമാർ എന്താ വാച്ച് ചെയ്യണം? INR വാച്ച് ചെയ്യുന്നത്. അതിൽ അതിനെ 1.3 to 1.6 അല്ലെങ്കിൽ 2 താഴെയോ ഒക്കെ നമുക്ക് നിർത്താൻ സാധിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡേൺ മെഡിസിൻ. ഇത് കൊടുത്തിട്ട് അതുകൂടെ പരിശോധിച്ച് വി വിഡ്രോ ദി എക്കോസ്പിരിൻ, ബട്ട് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ സെയിം മെഡിസിൻ ഫോർ ദ പർപ്പസ് ഓഫ് പ്രിവെന്റിങ് ക്ലോട്ട്. ഈ ഒരു കുറിപ്പോടുകൂടി നമ്മൾ ഔചിത്യപൂർവ്വം കാണുന്ന ഏത് ഡോക്ടറാണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഹോമിയോപ്പതിക്ക് അപ്രോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചിടിച്ച് വളരാൻ സാധിക്കും. നമ്മൾ ആരും പുച്ഛിക്കത്തില്ല. തിരിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ മരുന്ന് മാറി കൊടുത്തിട്ട് INR കൂടി അവരുടെ മരുന്ന് നിർത്തിയാൽ വരുന്ന കോംപ്ലിക്കേഷൻ ഈ ക്ലോട്ട് ഉണ്ടാവാതിരിക്കാൻ ബോത്രോപ്സ് പോലെ വേറെ ഏതെങ്കിലും മെഡിസിൻ? ക്ലോട്ട് ഉണ്ടാകുന്ന ക്രെറ്റേജിയസ് വളരെ നല്ല മെഡിസിൻ അല്ലേ? The clot is with the basement of the left ventricular hypertrophy ഉണ്ടെങ്കിൽ its best medicine is Iberis. If it is vascular congestion, it get towards the left side. Left side angina frequent ആയിട്ടുണ്ടെങ്കിൽ Adonisfer. അത് ലെഫ്റ്റ് ഷോൾഡറിൽ മാത്രം റേഡിയേറ്റ് ചെയ്യുന്നു. റൈറ്റില് വിത്ത് ഡിസ്നി ആണെങ്കിൽ അസ്പെരാഗസ്. ഷോൾഡർ കഴിഞ്ഞ് മുട്ട് വരുന്നുണ്ടെങ്കിൽ ആർട്ടിക്ക, മുട്ടിന് താഴെ ഫിംഗർ വരുന്നുണ്ടെങ്കിൽ ആക്ടോഡക്ടസ് മെക്ടാനസ്. അതുപോലത്തെ ഉള്ള ഒരു സ്പെസിഫിക് ക്ലിയർ ആൻഡ് കട്ട് സ്റ്റഡി വിത്ത് നമ്മളൊരു ആ ഇൻസ്ട്രുമെന്റ് വെച്ച് കാത്തിരിക്കും ഒരു കേസ് കിട്ടാൻ. പിന്നെ അതിനകത്തുള്ളൊരു ഈശ്വര കൃപ. അഹന്തയല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ എന്റെ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്ത് കളയുന്നത് നമുക്ക് ആവശ്യമില്ല. ബട്ട്
ഈ ഈശ്വരന്റെ കൃപ കൊണ്ട് ഇതുവരെയും ഫെയിലുവർ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുപോലെ ഒരു വലിയ ഡെപ്ത് സ്റ്റഡി. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ സൈഡ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, മുഴയുടെ അപ്പിയറൻസ് നോക്കിയിട്ട് കാര്യമില്ല, ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ടും കാര്യമില്ല. അതിന്റെ ഫർദർ സ്റ്റഡിയിൽ ഈസ്ട്രോജൻ നെഗറ്റീവ്, പ്രൊജസ്ട്രോൺ പോസിറ്റീവ്, ട്രിപ്പിൾ നെഗറ്റീവ് എന്നൊക്കെ പറയുന്നതിന് നമുക്ക് ഹോമിയോപ്പതിക് ഇൻഡിക്കേഷൻ ഉണ്ട്, മരുന്നുകളുണ്ട്. നമ്മളത് കൊടുക്കണം. അരിസ്റ്റോലോക്കിയ എന്ന് പറയുന്ന മരുന്ന് ഡെഫിനറ്റ് ആയിട്ട് പ്രിവെൻഷനും ഫർദർ പ്രോലിഫറേഷനും ബ്രസ്റ്റ് ക്യാൻസറിൽ കുറക്കാൻ പ്രൊജസ്ട്രോൺ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിൽ ഹോമിയോപ്പതിക്ക് കഴിയും. അതിന്റെ ഹിസ്റ്റോപതോളജിക്കൽ സ്റ്റഡി നമ്മൾ ചോദിച്ച് വാങ്ങി അത് മനസ്സിലാക്കി വേണം കേസ് എടുക്കാൻ. അത് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ബിയോണ്ട് അവർ. ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ആക്ട് ചെയ്യും, ഡെഫിനറ്റ് മയാസ്മാറ്റിക് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇറ്റ് വിൽ എഫക്ട്. ബട്ട് അതിന്റെ മോസ്റ്റ് പ്രോബബിൾ ആൻഡ് പോസിറ്റീവ് ഇൻഗ്രീഡിയന്റിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഫർദർ ഹിസ്റ്റോപതോളജിയും ഫർദർ ക്യാൻസർ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ കുറയും. അവിടെയാണ് ഹോമിയോപ്പതിയുടെ വിജയം. അപ്പൊ നമുക്കത് സാധിക്കും, ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല കൊറോണ ഇല്ലെന്ന്. ഈവൻ പോട്ടെ ആ പേഷ്യന്റ് വളരെ സീരിയസ് ആയിട്ട് വേറൊരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടായി ആശുപത്രിയിൽ ചെന്നാലും അത് നിങ്ങളുടെ ക്യാൻസർ കൊണ്ടല്ല കേട്ടോ. ക്യാൻസർ ഇറ്റ് ഈസ് ബെറ്റർ, യു ഗെറ്റ് ബെറ്റർ മെഡിസിൻ സംവെയർ എൽസ് എന്നാണ് അവർ എഴുതി വെക്കുന്നത്. എന്റെ ഒത്തിരി കേസസിൽ അങ്ങനെ എഴുതുന്നുണ്ട് രാജഗിരിയിലെ ഡോക്ടർമാര്. യു ഗെറ്റ് ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രീവിയസ്ലി. ആ കുറി മതിയല്ലോ നമുക്ക്. അതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? അതിനൊരു നമ്മുടെ കരിക്കുലം തൊട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു PG ലെവലിലൊക്കെ ഈ ലെവലിലുള്ള ഒരു സ്റ്റഡി ഒന്നും നമ്മുടെ ഇതുവരെയും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിനൊരു വേറെ വിഭാഗം ഉണ്ടാക്കണം. അങ്ങനെ നമ്മുടെ ISPHനൊക്കെ ഒരു റിസർച്ച് വിങ് എന്ന് ഇപ്പൊ നേരത്തെ കണ്ടതുപോലെ റിസർച്ച് വിങ് വരാം. ക്രോണിക് ഡീപ് സീറ്റഡ് ക്യാൻസർ പോലുള്ള കേസസിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാവരും മനസ്സ് തുറന്ന ഒരു ചർച്ചയും. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിന്റെ ക്ലൂ ഒന്നും തരത്തില്ല. വളരെ കുറച്ച് വേദികളിൽ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ. എന്റെ അറിവുകളൊക്കെ വളരെ കുറച്ച് മാത്രമാണ്. എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാ. വിതൽ ഘോഷോ രാജൻ ശങ്കറിനൊക്കെ. രാജൻ ശങ്കർ ഒന്നും ക്യാൻസറിന്റെ ഡയറക്റ്റ് ഒരു അപ്രോച്ച് പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡി, ഇൻഡിവിഡ്വൽ സ്റ്റഡിയൊക്കെ ഭയങ്കര നല്ലതാണ്. ഇപ്പൊ പൾസാറിലേക്ക് നമ്മൾ പഠിക്കുമ്പം നേരത്തെ നമ്മൾ സ്റ്റാഫിസ് ആഗ്രിയ പഠിച്ച പോലെയൊക്കെ ഇപ്പൊ ഡോക്ടർ ലക്ഷ്മി എടുത്ത കാലി ഗ്രൂപ്പിനൊക്കെ പോലെ നമുക്ക് വളരെ അതുപോലെ പഠിച്ചെടുക്കുവാണെങ്കിൽ ഒരു കാലി ഗ്രൂപ്പ് മെഡിസിൻ കണ്ടു കഴിഞ്ഞാൽ കാലിയാണ്, ഒരു ഹൗസ് ഓറിയന്റഡ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ആർക്കിടെക്ചറൽ മൈൻഡ് ആണ്, സെൽഫ് എസ്റ്റീം ഉള്ള ആളാണ്, ഫാമിലിയുടെ വെൽവിഷറിന് വേണ്ടി ഐഡിയ, സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പും കുട്ടിയെ ആരാക്കണമെന്ന് അച്ഛൻ ഐഡിയ കാണുമെന്ന് കാലി. അപ്പൊ അങ്ങനെവർക്ക് വരുന്ന മെന്റലി സ്ട്രെസ്, വിശ്വസിച്ച മക്കളെ വഞ്ചിക്കുമ്പോൾ, അല്ല കുടുംബത്തെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പർപ്പസ്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കാതെ വരുത്തി വെക്കുന്ന വിപത്തുകൾ, ഇതൊന്നും കാലിക്കാവ് ഗ്രൂപ്പിന് പറ്റത്തില്ല. അദ്ദേഹം ഇപ്പൊ ഉറങ്ങാൻ വേണ്ടി സിഗരറ്റ് വലിക്കുകയും വെള്ളം അടിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ സ്ട്രക്ചറൽ ഡിഫറൻസിൽ കാർസിനോജെനസിസ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ പൾമിനറി ക്യാൻസർ ആയിരിക്കും. അത് ഏറ്റവും കൂടുതൽ റൈറ്റ് സൈഡഡ് ആയിരിക്കും. അപ്പൊ ആ കാലി ഗ്രൂപ്പിന്റെ വർണ്ണനയിൽ അത് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ, കാലി തന്നെയാണെങ്കിൽ കാലി അയഡൈഡ് ആയിരിക്കും മെഡിസിൻ യൂസ് ചെയ്ത. കാലി ഗ്രൂപ്പിന്റെ ആ ഒരു ഡിഫറൻസിയേഷനും ഈവൺ വിത്ത് ന്യൂമോണിയ, ഈവൺ വിത്ത് പ്ലൂറസ്, ഈവൺ വിത്ത് എഫ്യൂഷൻ, അതിനകത്തൊക്കെ അതിന്റെ മൊഡാലിറ്റി വെച്ചാണ് നമുക്ക് ട്രീറ്റ് ചെയ്യണത്. ഭയങ്കര നല്ല ബെറ്റർ റിസൾട്ടും കിട്ടും. അപ്പൊ ഒരു വാക്കില് ക്യാൻസർ ചികിത്സയെ പറ്റി വർണ്ണിക്കാനൊന്നും പറ്റത്തില്ല. ഇനി ഇൻഡിവിഡ്വലായിട്ട് ചോദിക്കുന്നതിൽ നമുക്കൊരു, അല്ലെങ്കിൽ എന്റെ ഒരു വൺ മാൻ ഷോ ആയി പോകും. നിങ്ങള് ചോദ്യം ചോദിക്കും. അതാണ് ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ
ചോദ്യങ്ങള് ഒരു അല്ല ആയിക്കോട്ടെ, ഇഷ്ടം പോലെ ചോദിക്കാമല്ലോ, സമയമുണ്ടല്ലോ. അല്ല സമയം അതിനകത്ത് അതാണ് ആദ്യം ഇങ്ങോട്ട് വരാൻ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെ അതെ, എനിബഡി ആർക്കും ചോദിക്കാം. അതിനകത്ത് ഇവിടെ വൈദഗ്ധ്യം. സാർ സാറേ, ഈ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അലർജി, എല്ലാ ഫുഡിനോടും അലർജി, ഒരുമാതിരി എല്ലാ അങ്ങനെയുള്ള കേസുകളിൽ നമുക്കൊരു, അതും ക്യാൻസറസ് കണ്ടീഷനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പറയാം സാർ. ബന്ധം സാറേ, ഇമ്മ്യൂണിറ്റി ലോസ് എന്നൊക്കെ പറഞ്ഞു. IG ഒക്കെ നോക്കി 1000, 2000, 13,000 ഒക്കെ ഉള്ള ആളുകളിൽ പോലും നമ്മൾ ഈ IG ഒന്നും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അവകാശവാദം. കാര്യം നമ്മൾ ഒത്തിരി പോത്തോസ് ഒത്തിട്ടുള്ള ഓരോരുത്തർ അലിയൻസിപ്പ പോത്തോസ് പോലെയൊക്കെ പൊടിയെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിലും ലേറ്റസ്റ്റ് ജർമ്മൻ റിസർച്ചിൽ വന്നിരിക്കുന്നത് പൊടി അലർജി, ഡസ്റ്റ് അലർജിയാണോ, യു ഗിവ് ആസിഡ് ബെൻസോയിക് എണ്ണം, അത്ഭുതകര അവിൽ എഫക്റ്റാ, സിട്രസിൻ എഫക്റ്റാ. ഇതൊരു 1,00,000 രൂപ വിലയുള്ള ഒരു ക്ലൂവാ. അത് ഞാൻ ഈ സ്പൂണിൽ നിങ്ങൾക്ക് തരുക. അത് പൊടി അലർജി എന്നുള്ള കറക്റ്റ് ആയിരിക്കണം. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി പേരും തണുപ്പടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തുമ്മും. തണുപ്പടിച്ചാൽ ഭയങ്കരമായിട്ട് തുമ്മും എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം നമ്മൾ, തണുപ്പ് എപ്പോഴാണ്, രാവിലെ ഏർലി മോർണിംഗിൽ പുറത്തിറങ്ങി വന്ന ഉടനെ തുമ്മും, അത് തണുപ്പാണെന്ന് നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കുക. ഒത്തിരി നമ്മുടെ ഹോമിയോ ഡോക്ടർമാർ അതിന് ഫർദർ ക്വസ്റ്റ്യൻ ഇല്ലാതെ എപ്പാർസോൾ വെച്ച് വീക്കും, കുറയത്തില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ പേഷ്യന്റ് ഹോട്ടാണോ കോൾഡാണോ എന്ന്. ഫുൾ ടൈം പുതയ്ക്കാതെ പാനിട്ട് കിടക്കണ ഹോട്ട് പേഷ്യന്റില് തണുപ്പിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇല്ല. തണുപ്പ് ഒരു കോസ് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് എതിരെ ചില്ലി പേഷ്യൻസിലായിരിക്കും തണുപ്പ്. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി വരാം. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഡീപ്പായിട്ടുള്ള ഒരു സൈക്കോട്ടിക് ഡ്രഗിൽ തുമ്മൽ വരാം. എപ്പോഴാ തുമ്മൽ വരണത്? ഏർലി മോർണിംഗിൽ തുമ്മൽ വരാം. അതിനെന്തോ കൊടുത്തിരിക്കുന്ന വിശദീകരണം? അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്, പ്രകൃതിയുടെ വ്യത്യാസം കൊണ്ടല്ല, മനുഷ്യരിൽ വന്ന ഇമ്മ്യൂണിറ്റി ലോസ് ആണെന്നാണ് കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി പറയുന്നത്. കാര്യം അതർവൈസ് രാവിലെ തുമ്മത്തില്ല. രാവിലെയുള്ള ഫ്രഷ് കോൾഡ് അഗ്രവേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇമ്മ്യൂണിറ്റി ലോസ് ആകണം, പിന്നെ ഇല്ലെങ്കിൽ ആഫ്റ്റർ സ്ലീപ്പ് അഗ്രവേഷൻ എന്നൊരു ക്ലൂ നമുക്ക് പ്രായോഗികമായിട്ട് ഹോമിയോപ്പതിക്കലി അപ്ലൈ ചെയ്യാം. അതിന് രണ്ട് ചോദ്യം. എന്താ? രാവിലെ എഴുന്നേറ്റ് വരുന്ന തുമ്മിയിരിക്കുന്ന നിങ്ങൾ കുളിക്കുന്നത് പച്ചവെള്ളമോ ചൂടുവെള്ളമോ? പച്ചവെള്ളത്തിലാ കുളിച്ചാൽ കൂടുവോ? ഇല്ല. കുളിച്ചാൽ കുറയും. പോയില്ലേ? യു സീ ദ ഡിഫറൻസ്? അതിനകത്ത് ഒരു ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? ഇപ്പൊ രാവിലെ ഫ്രഷ് കോൾഡ് എയർ കൊണ്ടാണ് തുമ്മണെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ ഭയങ്കരമായിട്ട് കൂടണ്ടേ? അതില്ല. പിന്നെ അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? രാവിലെ ഏർലി മോർണിംഗ് ആഫ്റ്റർ സ്ലീപ്പ് എടുക്കാം. ആഫ്റ്റർ സ്ലീപ്പ് അഗ്രവേഷൻ ആണെങ്കിൽ എന്ത് പറ്റും? പകല് കൂടെ കിടത്തി ഒന്ന് ഉറക്കി നോക്കണം. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ തുമ്മുവോ? പകൽ ഉറങ്ങിയിട്ട് എഴുന്നേക്കുമ്പോൾ തുമ്മുകയാണെങ്കിൽ ദ മെഡിസിൻ ഈസ് ആഫ്റ്റർ സ്ലീപ്പും ആ മൊഡാലിറ്റി രണ്ടിലും വരത്തില്ലേ? പേഷ്യന്റ് ഹോട്ട് ആണെങ്കിൽ ലാക്കസിസ്. ഇനി ലാക്കസിസ് സിംറ്റം ഇല്ല, ഭയങ്കരമായിട്ട് നാട്രം ഗ്രൂപ്പിന്റെ സിംറ്റം ആണെങ്കിൽ ഏർലി മോർണിംഗ് അഗ്രവേഷൻ, നാട്രം സൾഫ് വരാം. പേഷ്യന്റ് ചില്ലിയാണെങ്കിൽ എപ്പാർസൾഫ് വരാം. അതിന് ഇച്ചിരൂടെ നേരത്തെയാണ്. എഴുന്നേറ്റ് ബെഡിലിരിക്കുമ്പോ തുമ്മുവാണെങ്കിൽ അമോണിയ കാർബ് വരും. കാര്യം അമോണിയ ഗ്രൂപ്പ് അല്ല ഏർലി മോർണിംഗ് അഗ്രവേഷൻ. അത് സൂര്യനെ കാണുന്നതിന് മുമ്പാ. അതുകൊണ്ടല്ലേ ആകാശത്ത് മഴക്കാറുള്ളപ്പോ തുമ്മുവാണെങ്കിൽ ഡൽക്കാൻ പറയാം. മഴയൊന്ന് പെയ്ത ഉടനെയാണെങ്കിൽ റെസ്റ്റോക്സ് വരും. 3 ദിവസം മഴ തിന്നുമ്പോഴാണെങ്കിൽ മഴ വന്ന് കോൾഡ് ഡാമ്പ് വരുമ്പം നാട്രൽ സൾഫ് വരും. അതുപോലുള്ള അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനുമായിട്ട് ചിലര് പറയും AC ഇരിക്കുമ്പോ മൂക്കൊലിപ്പ്, തുമ്മലിനെ കാട്ടി കൂടുതൽ മൂക്കിന്ന് ഒഴുകി വരിക. ഒറ്റ കാര്യമുള്ളൂ, ഡോക്ടർ അവരുടെ ഇത് തിരക്കണം, തെർമൽ റിയാക്ഷൻ തിരക്കി മയാസം കണ്ടുപിടിക്കണം. തെർമൽ ഹോട്ടാണ്.
ഹോട്ടാണ് അവന്റെ ഇഷ്ടം എന്തുവാണ്? ചായയൊക്കെ ചൂടാണോ തണുത്തതാണോ? ചായ ചൂടാണ്, പക്ഷെ മറ്റേ വെള്ളങ്ങളൊക്കെ തണുപ്പാണ്. എന്നാലും ചൂട് കഴിക്കുള്ളൂ അയാൾ. രണ്ട് പ്രശ്നമേ ഉള്ളൂ അവിടെ. ഒന്നെങ്കിൽ ഹോട്ട് കോൾഡ് ആയിരിക്കും, ഹോട്ട് പാം ആയിരിക്കും. ഹോട്ട് ഗാമിൽ AC എന്ന് പറയുമ്പോൾ ഡാംബ് കോൾഡ് ആണ്. തെറാപ്പറ്റീസിൽ ഡാംബ് കോൾഡ് ആണ് AC. മനസ്സിലായി? അപ്പൊ ഡാംബ് കോൾഡ് അഗ്രവേഷൻ ഹോട്ട് പാം ആണെങ്കിൽ ചൂടാണ് അയാൾ കഴിക്കണമെങ്കിൽ നാട്രസ് മെഡിസിൻ. അയാൾ തണുത്ത കഴിക്കണമെങ്കിൽ രണ്ടും കോൾഡ് അല്ലേ, ഹോട്ട് കോൾഡ് ആണ്. സ്ലിം ആണെങ്കിൽ അയാളും വരും. സ്ലിം അല്ല, ബിഗ് ആണ്, ഒരു ഫാറ്റി ഫ്ലാബിയാണ്, കാർബോ വെച്ച് കൊടുക്കണം. കാർബോ വെച്ചോ? എണ്ണം കൊടുക്കും, കാർബോ വെച്ചിട്ട് എണ്ണം കൊടുക്കും. ഫാറ്റി ഫ്ലാബി അല്ല, പക്ഷെ സ്റ്റൗട്ടാണ്. ആയിക്കോട്ടെ, സ്റ്റൗട്ട് വരുമ്പോ അമോണിയം ഗ്രൂപ്പ് വരും. കാല് വണ്ണം കാണും, ബട്ടക്സ് വണ്ണം കാണും, ചെസ്റ്റ് വണ്ണം കാണും, വണ്ണം മൊത്തത്തിൽ കാണും. ഒബീസിറ്റി ഗ്രൂപ്പ് വരും, പക്ഷെ അവര് സ്റ്റൗട്ട് ആയിരിക്കും. ഇപ്പൊ അമോണിയം കാർബോ വരും, അമോണിയം മോർ. അമോണിയം കാർബോ, അമോണിയം മോർ തമ്മിൽ വ്യത്യാസം എന്താ? അമോണിയം കാർബിന് ഹോമിയോപ്പതിയിലെ ശ്വാസം മുട്ടൽ ചുമ കൊണ്ട് പറയുന്ന ഏക മരുന്ന്. അല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡോക്ടർ? അതിനൊരു ഒറ്റ സിംറ്റം ഉണ്ട് അതിനകത്ത്. എന്തുവാ? ഒബ്സ്ട്രക്ഷൻ ഇൻ ചെസ്റ്റ് ഗെറ്റ് റിലീഫ് ബൈ കഫി. ഇപ്പൊ എന്റെ ഒക്കെ ചുമ ഇങ്ങനെ നമ്മള് വർത്തമാനം പറയുമ്പം ഒരു സഫോക്കേഷൻ പോലെ വന്നിട്ട് ഒരു ഒറ്റ കഫ്, ഇറ്റ് ഈസ് അമോണിയം കാർബ്. കണ്ടിന്യൂസ് ഡിസീസ് ആണെങ്കിൽ അമോണിയം മോർ വരും. അതിന്റെ പതോളജി ചെറിയ കൂടെ സ്ലൈറ്റ് കൂടെ വ്യത്യാസം. അപ്പൊ ഈ മോർ ഗ്രൂപ്പിനെ പറ്റി പഠിക്കണം നമ്മൾ. ഇപ്പൊ മോറിന്റെ ക്യാരക്ടർ: കാലിയം മോർ, അമോണിയം മോർ, കാൽക്കേറിയ മോർ, ബെറേറ്റ മോർ, മഗ്നീഷ്യം മോറും മാക് മോറും. ഈ മോറിലെല്ലാം നമ്മളൊരു പ്യൂട്രിഫൈഡ്, കളർ ചേഞ്ചിങ്, ഒഫൻസീവ്, പല മൾട്ടി കളർ ആയിരിക്കും. മാക്കാർബിന്റെ സ്റ്റൂൾ പോലെ. അത് ക്ലോറൈഡ് ഗ്രൂപ്പുകളാണോ ഈ മോർ എന്ന് പറയുമ്പോൾ സാർ ഉദ്ദേശിച്ചത്? ലാസ്റ്റ് ക്ലോറൈഡ് അല്ല, മോർ എന്ന് പറയുന്ന ക്ലോറൈഡ് അല്ല. അമോണിയം മോർ, നാട്രം മോർ, ബെറേറ്റ മോർ, അതല്ല. അത് മുറിയാറ്റിക്കൻ ഗ്രൂപ്പ് അങ്ങനെയാ സാറേ. ഈ മകാനം മോർ അങ്ങനെയുണ്ട്. ഒരു സ്റ്റഡി ഉണ്ട് ഈ ഇതിനകത്തുണ്ടല്ലോ, ആനിമൽ കിങ്ഡം തുടങ്ങുന്ന രാജൻ ശങ്കറിന്റെ ഒരു മയാസ്മാറ്റിക് സ്റ്റഡിയുടെ ബുക്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളത് പഠിക്കണം തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു കാൽക്കേറിയ കാർബ് പേഷ്യന്റിന് ഒബീസിറ്റി ഉണ്ട്, ഫാറ്റി ഫ്ലാപ്പി, ഫിയർ, ഫെറ്റീഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവർക്കൊരു ട്യൂമർ ഉണ്ട്, ഒരു ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ട്. ആ ഫൈബ്രോയിഡ് യൂട്രസില് എന്താ നമ്മൾ ഫൈബ്രോയിഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്? എൻഡോമെട്രിയൽ തിക്നെസ്. ഫൈബ്രോയിഡ് എവിടെയാണ്? ഫൈബ്രോയിഡ് മ്യൂക്കസ് മെമ്പറൈനിലാണോ? എൻഡോമെട്രിയത്തിലാണെങ്കിൽ അവിടെ ഫൈബറസ് മ്യൂക്കസ് മെമ്പറൈന. അതിന്റെ അകത്തോ കുറച്ചുകൂടെ കാർട്ടിലേജിനസ് സ്ട്രക്ചറുള്ള ഒരു നമ്മുടെ സെമി കാർട്ടിലേജിനസ് വിത്ത് മസ്കുലർ ആണ്. ഔട്ടർ കവറിലാണെങ്കിൽ മസ്കുലർ. ഇപ്പൊ ഈ 3 മെഡിസിനും 3 സ്ട്രക്ചറിലും ആക്ട് ചെയ്യുന്ന ട്യൂമർ ഉണ്ടാക്കുന്ന 3 സൈസ് മെഡിസിനാണ്. അപ്പൊ ഏറ്റവും ഔട്ടർ സ്റ്റേജ് കുറെ ഹാർഡൻഡ് ആണ്, മസിലാണ്. ആ മസ്കുലർ ഫൈബറിൽ അത് പ്രൊട്ടക്റ്റീവ് ആണ്. അപ്പൊ കുറച്ചുകൂടെ ഹാർഡൻഡ് ആയിരിക്കും, വാസ്കുലാരിറ്റി ഉണ്ടാകും നല്ലപോലെ. അപ്പൊ ആ ഒരു ട്യൂമറിൽ വാസ്കുലാരിറ്റിക്ക് സ്പെഷ്യാലിറ്റി ഇല്ല ഒരു ഫൈബ്രോയിഡ് വന്നാൽ. അതർവൈസ് വാസ്കുലാരിറ്റി ഈസ് നോട്ട് ഗുഡ് സൈൻ ഓഫ് അറ്റിപ്പിക്കൽ സെൽസും കൂടെ ഉണ്ടെങ്കിൽ ക്യാൻസർ ആയി തീരാമെന്നാണ് അതിന്റെ ഹിസ്റ്റോപതോളജിക്കൽ സ്റ്റഡി. നമ്മളത് ശ്രദ്ധിക്കണം. അപ്പം മയോമെട്രിയൽ, എൻഡോമെട്രിയൽ, പെരിമെട്രിയൽ ഫൈബ്രോയിഡ് ആണെങ്കിൽ ദ മെഡിസിൻ ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ്. അപ്പൊ ആ ഒരു കാൽക്കേറിയ കാർബ് കോൺസ്റ്റിറ്റ്യൂഷനിലെ അവിടെ ഫൈബ്രസ് ടിഷ്യൂസിന്റെ ട്യൂമർസ് ഉണ്ടെങ്കിൽ 2 ഒരു റൂട്ട ഗ്രൂപ്പ് മെഡിസിനും ഒരു സിലിക്ക ഗ്രൂപ്പ് മെഡിസിനും ഈ കാൽക്കേറിയ കാർബിന്റെ കൂടെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഡോക്ടർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ സാറേ, പറ്റുന്നുണ്ട്. അതെ. അപ്പൊ സംഭവം ഇത്തിരി വലുതാണെങ്കിൽ സംഭവം സാറ് പറയുന്നത് കുറച്ച് ഒരു 35% മനസ്സിലാവുന്നുണ്ട്. അല്ല, 35% അല്ല. അതിനകത്ത് അതിന്റെ ലോജിസിറ്റി മനസ്സിലായല്ലേ? അതിന്റെ ലോജിക് അത് മനസ്സിലായി. അത് മനസ്സിലാക്കിയാൽ മതി സർ. അത് മനസ്സിലാക്കിയാൽ മതി.
അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് എന്താ ഞാൻ പറഞ്ഞ നേരത്തെ യുറീമിയയുടെ കാര്യം പറഞ്ഞ പോലെ ഒന്നുമില്ലാതിരുന്ന ഒരാളിന് ഒരു 0.3 ആയിട്ട് ചെന്നപ്പോ പാരങ്കൈമൽ ഡിസീസ് ഓഫ് കിഡ്നി ഉണ്ടെന്ന് അൾട്രാസൗണ്ടിൽ കാണുകയും ഒരു റീനൽ സേവർ മെഡിസിൻ യൂറോളജിസ്റ്റ് ചാർട്ട് ചെയ്യുകയും ചെയ്തു. അയാൾ ഒരു ഡയബറ്റിക് ആയിരുന്നു. ഗ്രാജുവലി ഡയബറ്റീസ് കൂടി, ഏജും കൂടി, മെഡിസിൻ്റെ ആകാൻ സാധ്യത ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വിടും. അപ്പൊ അതിന്റെ കോസേറ്റീവ് ഫാക്ടർ ഒരു മെയിൻറ്റെയിനിങ് കോസ്, അതിന്റെ ഒരു എക്സൈറ്റിംഗ് കോസിൽ ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് വെച്ച് ഒരു പ്ലേ ഇല്ലേ, ആ പ്ലേ പ്രസക്തമായ ഒരു കാര്യമാണ്. അതിന്റെ ബേസിൽ നമുക്ക് ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഉണ്ട്. അത് കണ്ടെത്തി കൊടുക്കുമ്പോൾ ലോജിക്കായി നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ക്യൂറായാൽ നമുക്ക് അവകാശവാദം ഉന്നയിക്കാം. യൂസി ശരിയല്ലേ? ശരിയാണ്. ഓക്കെ സാറേ. ഇനി നമ്മുടെ ഒരു സൂര്യ ഡോക്ടർ ഒരു സംശയമായിട്ട് വന്നിട്ടുണ്ട്. സൂര്യ ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സാറിനോട് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തേ. സൂര്യ ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ സൂര്യ. അടുത്ത രാജേശ്വരി ഡോക്ടർ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്തേ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നല്ലോ സാറിനെ. സാർ, ആ കേസ് ഇന്നലെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു. പക്ഷെ അവർക്ക് ആ പേഷ്യന്റിന് റിസൾട്ട് കൊടുത്തില്ല. അപ്പൊ പറഞ്ഞത് ഇനി കീമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഓൾറെഡി കീമോ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഇന്ന് രാവിലെ വന്ന് പിന്നെ പറഞ്ഞത് എന്താ ഇനി ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനും കൂടി വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്തായിരിക്കും സാർ? അത് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഹോമിയോപ്പതി ഡോക്ടർ ചെയ്തത് കുറച്ച് ഗുണകരമായിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നേരത്തെ വന്ന ഫൈബ്രോയിഡ് യൂട്രസിലും അല്ലെങ്കിൽ ക്യാൻസർ യൂട്രസ് കൺവേർട്ട് ചെയ്യുന്ന ഫൈബ്രോയിഡിലും എൻഡോമെട്രിയോസിസിലും അഡിനോമയോസിസിലും ഒക്കെ പറയുന്നത് പോലെ നമ്മള് അത് ഇപ്പൊ പൂർണ്ണമായിട്ടും ശരിയല്ലെങ്കിൽ ഒരു സ്റ്റാഫിസാഗ്രിയ ബേസുള്ള ഒരു പേഷ്യന്റിൽ വരുന്ന യൂട്രൈൻ കംപ്ലൈൻസില് നമ്മൾ ഏതെങ്കിലും സെക്ഷൽ സ്ഫിയറോ അവരുടെ ജീവിത സാഹചര്യമോ സപ്പർമോഷൻ ഓഫ് ഇമോഷനോ ഒക്കെ വെച്ചിട്ട് ഇന്നലെ ഡോക്ടർ കൊണയത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഹോമിയോ ഡോക്ടർമാർ അതിന്റെ വണ്ണമോ ടെണ്ണമോ ഒക്കെ കൊടുത്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു പതോളജിയിൽ പോലും ഹിസ്റ്റോപതോളജിയിൽ പോലും ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ആക്ഷൻ ഉണ്ടാവുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഫസ്റ്റ് ഓർ സെക്കൻഡ് സ്റ്റഡിയില് അവർ വിവക്ഷിക്കുന്ന ഒരു ഡയഗ്നോസിങ് ക്ലൂ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഹോമിയോപ്പതി പാതകം ചെയ്തു എന്ന് പറയുന്ന കുറച്ച് ഡോക്ടർമാരും ഉണ്ട്. അപ്പൊ അവിടെ പക്ഷെ ആ പ്രോഗ്രസ് അസസ് ചെയ്തിട്ട് എവിടെ അവർക്കിത് ഡയഗ്നോസ് ചെയ്തിട്ടും ഒരു സർജറിയോ കീമോ കൊടുത്താൽ പോലും എത്ര ശതമാനം ഗുണം കിട്ടുമെന്നുള്ള ഒരു അനുഭവം ജ്ഞാനമുള്ള കുറച്ച് പ്രായവും പക്വതയുള്ള ഈ ഫീൽഡിലുള്ള മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാരാണ് പറയും ഇങ്ങനെ പോട്ടെ, ഇപ്പൊ വലിയ ശല്യം ചെയ്യണ്ട, നിങ്ങൾ വേണേ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്തോളാൻ പറയും. ഇപ്പൊ ഡോക്ടർ എവിടെയൊക്കെ കുറച്ച് നല്ലത് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ മെറ്റാസ്റ്റൈസിസ് ഉണ്ടായെങ്കിലും അത് ആ ഒരു പ്രോപ്പർ ടൈമിൽ ഡോക്ടർ അത് അസസ് ചെയ്തില്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഡോക്ടറുടെ കയ്യിൽ. അല്ല സാർ, നമ്മള് CA നോക്കിയില്ല എന്നല്ലാതെ റുട്ടീൻ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, അത് പോരെ. വൈ ഡോക്ടർ എന്തുകൊണ്ട് ഭയപ്പെട്ടു CA നോക്കാതിരുന്നത്? അതല്ലേ ചെയ്ത മണ്ടത്തരം. ഡോക്ടർ ഇത്രയും നല്ല രീതിയിലാണ് കേസിന് ട്രീറ്റ് ചെയ്തു. വൈ? നമ്മളത് ചെയ്യണം. മോഡേൺ യുഗമാണ്, നമ്മളത് ചെയ്യണം. ഒരു MRIക്ക് സമ്പത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ പറയണ ഇനി MRI ചെയ്തോണ്ട് വന്നില്ലേ നമ്മള് ചികിത്സിക്കത്തില്ല പേഷ്യന്റിന്. എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം ഒരു ലിയോസാർക്കോമ റൈറ്റ് ഹിപ്പ് ബോണില് ഫർദർ 3 സൈസ് ലങ്ങിലും ലിവറിലും ബോണിലും വെറ്റായിട്ടുള്ള ലെഗ് ചോറിന്ന് ഇനിയൊന്നും ചെയ്യേണ്ട, പാലിറ്റീവ് ആണ്, സർജറി ചെയ്ത് കാല് മാറ്റി വെക്കണം, അത് വേണം ചെയ്യണമെന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അവിടുത്തെ അല്ലെങ്കിൽ ലോക്കൽ ക്യാൻസർ ആശുപത്രി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പേഷ്യന്റ് എൻ്റെ അടുത്ത് വരുക.
ആ അപ്പൊ നമ്മൾ അതിനകത്ത് സ്റ്റഡി ചെയ്ത ലിയോസാർക്കോമ ഒരു മസ്കുലർ ഷീറ്റിൽ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് ബോൺ. ഞാൻ ഭയങ്കര സ്വെല്ലിംഗ് ഉണ്ട്, കാലനക്കാൻ പാടില്ലാത്ത വേദനയുണ്ട്, റൈറ്റ് സൈഡഡ് ആണ്. അവർക്ക് എഴുന്നേറ്റ് കാല് പൊക്കി വെക്കണമെങ്കിൽ കൈ കൊണ്ട് പൊക്കി വെക്കണം വേറെ ആരെങ്കിലും. അപ്പൊ ലിംഫിഡിമ കൂടുതലും ഉണ്ടാകുന്ന ലിംഫാറ്റിക് വെസൽസിന്റെ സർക്കംഫറൻസിലുള്ള ടിഷ്യൂസിലാണ്. അത് മോസ്റ്റ് പ്രോബബ്ലി ഫൈബറസ് ആൻഡ് മസ്കുലാർ ടിഷ്യൂ ആയിരിക്കും. അവിടെ ലോക്കലൈസ് ചെയ്യണ എഡിമ കൊണ്ടാണ് ഹാർഡ്നെസ് വരണത്. അത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് സ്വെല്ലിംഗ് റെഡ്യൂസ് ചെയ്യത്തില്ല. അതാണ് മാമക്ടമി ചെയ്ത് കഴിഞ്ഞിട്ട് കൈ ഭയങ്കരമായിട്ട് ഗത പോലെ വീർത്തിരിക്കുന്ന പലപ്പോഴും. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്ലൂ ആണ് ഒരു കൈ കൊണ്ട് മാത്രം പൊക്കി വെക്കുക. അതിന്റെ മെഡിസിൻ പേപ്പറായ ഞാൻ അതിൽ കൊടുത്ത റൂട്ടായിട്ടെണ്ണം, വൈപ്പറ, ബെല്ലിസ്പെർ 3 ആഴ്ച കൊണ്ട് അവരുടെ നീര് കുറഞ്ഞു, വാസ്കുലാരിറ്റി വന്ന്, കാലയിലെ കളറ് കുറഞ്ഞ്, വേദന കമ്പാരിറ്റീവ് കുറഞ്ഞെങ്കിലും രാത്രി ഉറങ്ങാൻ പറ്റില്ല. മോർഫിൻ കഴിച്ചിരിക്കുക 5 എണ്ണം. ഞാൻ അതില് ക്യാൻസർ ചികിത്സയില് വേദന കൊടുക്കുന്ന കൊഡൈൻ സൾഫേറ്റ് എന്ന അലോപ്പതി എന്നുള്ള കൊഡൈനം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മരുന്നുണ്ട്. അതിന്റെ 30 പൊട്ടൻസി 5 ഗുളിക 30 ml വെള്ളത്തിൽ കലക്കി 1 സ്പൂൺ വെച്ച് 10 മിനിറ്റ് കൊടുക്കാൻ കൊടുത്ത് 3 പ്രാവശ്യം കൊടുത്തപ്പം അവരിപ്പോ 5 ദിവസമായിട്ട് വേദനയില്ല, ഒരു മോർഫിനും കഴിക്കുന്നില്ല. അതിനകത്ത് ഒരു യുക്തിക്ക് ഉപരിയായിട്ടുള്ള ഒരു ക്യാൻസർ മെഡിസിനും ഇല്ല ഈ ഞാൻ പറഞ്ഞതിനകത്ത്. ദിസ് എ ട്രൂത്ത്. ശോശാമ്മ ജെയിംസ് എന്നാണ് അവരുടെ പേര്. 68 വയസ്സുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാലും സുതാര്യമല്ലേ, നമ്മളൊരു MRI ചെയ്യിക്കണം. ഒരു CA 125 ഒക്കെ നമ്മൾ ചെയ്യണം. ചെയ്തിപ്പോ 50 എണ്ണം ചെയ്യുമ്പോ 5 എണ്ണം ശരിയായെങ്കിൽ അത്രയും സൽപ്പേര് നമുക്കുണ്ടാവും. ഇത് കൊച്ചു കാര്യമല്ല, ഈവൺ ഇൻ മോഡേൺ മെഡിസിനിൽ പോലും. ഇതിപ്പോ നമ്മള് ഈ കൊളോണോസ്കോപ്പി ചെയ്ത് അന്നേരം CA രക്തം അതൊന്നുമില്ല, നെഗറ്റീവാണ്. അതൊക്കെ മെറ്റാണ് 2-3 സ്ഥലത്ത് കണ്ടത് സാർ. CA രക്തത്തിൽ നമ്മുടെ കൊളോണോസ്കോപ്പി ചെയ്തപ്പം അവിടെ ഇല്ല, ഇപ്പം അവിടെ CA ഇല്ല എന്നുള്ള നെഗറ്റീവാണ്. അല്ല, അതിപ്പോ നിങ്ങൾ ചെയ്ത ഒരു വലിയ നന്മ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾ ആ പേഷ്യന്റിനെ ഒരു സർജറി ഇല്ലാതെ, റേഡിയേഷൻ കീമോയുടെ പീഡനം ഇല്ലാതെ കൊണ്ടുപോയില്ലേ? സാർ അതുപോലെ തന്നെ അതെ സാർ, ഒരു വേറൊരു ഓങ്കോളജിസ്റ്റ് കണ്ടിട്ടും ഡോക്ടറും പറഞ്ഞത് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല, വേറെ ഫർദർ ഇനി ബയോപ്സി ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത്രയും നാൾ അതിന്റെ കാര്യം എന്നാ, ഇവര് ഹോമിയോ ചെയ്തെന്ന് അവിടെ പറഞ്ഞു കാണത്തില്ല. ഇല്ല പറഞ്ഞു സാർ, പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സർവീസിലായിരുന്നു എന്നൊക്കെ. ഈ കൺസേൺഡ് ഡോക്ടറോട് പറഞ്ഞു കാണത്തില്ല. അതിന്റെ ഒരു കാര്യം പറഞ്ഞു സാർ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോമിയോപ്പതിയുടെ തന്നെയാണെന്ന് അമൃത പോലുള്ള ആശുപത്രിക്കാരാണ് പറയും. നിങ്ങൾ ഹോമിയോ ചെയ്തു, അത് ഫലപ്രദമാണ്, അതുകൊണ്ടാണ് കാണാത്ത. ഇനി അത് അവരോട് ഈ പേഷ്യനോട് മനസ്സിലാക്കേണ്ടത്, അവർക്ക് ഇനിയിപ്പോ അതിന് കൂടുതൽ നിന്ന് അവർ കുത്തിപ്പറിച്ചത് കുളവാക്കും. അത് അവരുടെ സ്റ്റഡിക്കാ, പേഷ്യന്റ് നന്മയ്ക്കല്ല. അത് നമുക്ക് പറയാൻ സാധിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഒരു കേസ് റെഫർ ചെയ്യുമ്പം 3 കൊല്ലത്തിന് മുമ്പ് വന്ന് റെക്ടൽ ക്യാൻസർ ഇന്നടുത്ത് ഡയഗ്നോസ് ചെയ്ത് റിപ്പോർട്ടുമായിട്ട് വന്നു, ഇല്ലെങ്കിൽ ഞാനന്ന് ചെയ്തപ്പോ CA ഇത്രയും ഉണ്ടായിരുന്നു, അന്നൊരു അൾട്രാസൗണ്ടില് വാൽവുലാർ തിക്കനിങ് ഉണ്ടായിരുന്നു, നാരോയിങ് ഓഫ് ദ ലൂമൻ ഉണ്ടായിരുന്നു, CA കൂടുതലായിരുന്നു, സസ്പെക്റ്റഡ് CA റെക്ടം വിത്ത് ബ്ലീഡിംഗ് ഓർ കോൺസ്റ്റിപ്പേഷൻ ഓർ പെയിൻ ഓർ എനിത്തിങ്. We treated for last 3 years. The symptomatically and structurally the patient is better. Unfortunately, she developed a gastric distension and constipation, so advised for an expert opinion. During that time, the CA and CA 125, all these things are within normal limit. എന്ന് പറഞ്ഞ് നമ്മളൊരു ലെറ്റർ എഴുതി കൊടുത്തിരുന്നെങ്കിലേ നമ്മളെ ട്രീറ്റ്മെന്റിന്റെ സക്സസ് അവരെടുത്ത് പറഞ്ഞേനെ, നിങ്ങൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞേനെ, ഫർദർ ഇപ്പൊ ഉണ്ടാകുന്ന സംഭവം എല്ലാവർക്കും സംഭവിക്കാവുന്നതുമാണെന്ന് മനസ്സിലാക്കിയേനെ. അങ്ങനെ ചെയ്യണം ഡോക്ടർ. അത് മാത്രമല്ല, നമ്മള് ചെയ്യേണ്ടത് ഈ ഫോണിലൊന്നും കൊണ്ടുവരണതിന്റെ ഒക്കെ പ്രിന്റ് എടുപ്പിക്കണം.
ആ എവിടെയാണ് റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ സൂക്ഷിക്കണം. ആ ഡേറ്റ് ഇട്ട് എഴുതി വെക്കണം. ഈവൻ ദോ ഇപ്പം 10 ചികിത്സിക്കുമ്പോ 8 ദോഷം ആയിക്കോട്ടെ, 2 സക്സസ് ആണെങ്കിൽ ഒരു വണ്ടറല്ലേ. ഫയലുണ്ട് സാർ, അതിന്റെ എല്ലാം ഫയലുണ്ട് എൻ്റെ കയ്യിൽ. അതെല്ലാം വേണം, അപ് ടു ഡേറ്റ് ഇതെല്ലാം വേണം. അത് ഡോക്ടർ ഒത്തിരി കാര്യം നല്ലത് ചെയ്യുന്നുണ്ട്. അതിനൊരു സാർ കുറച്ച് ഒബ്സർവേഷനും ഡോക്യുമെന്റേഷനും കറക്റ്റ് ആക്കിയാൽ മതി ഡോക്ടറെ. ഓക്കെ. ശൈല ഡോക്ടറെ ഒരു സംശയോടെ ചോദിച്ചോട്ടെ. ആ, ഈ സാർ ഈ ഓക്സിറ്റാൻ എന്തിനു വേണ്ടി കൊടുക്കുന്ന? കീമോയിൽ തന്നെ നമ്മളിങ്ങനെ കാണാറുണ്ടല്ലോ, ഓക്സിറ്റാൻ 100 mg എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ടല്ലോ, അത് എന്തിനു വേണ്ടി സാർ കൊടുക്കുന്നത്? എന്തുവാണ് ഓക്സിറ്റാൻ ഐ തിങ്ക് ഇറ്റ് ഈസ് എ ന്യൂറോളജിക്കൽ അനാലിസിക്ക് വേദന കുറയാനുള്ള മരുന്ന്. റേഡിയേഷൻ കീമോ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഇൻഫ്ലേഷൻ കുറയാൻ കൊടുക്കുന്നത്, മാനിട്ടോളൊക്കെ ബ്രെയിനിൽ കൊടുക്കുന്ന പോലെ അങ്ങനത്തെ മെഡിസിനാണ്. ഈവൺ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂ ജനറേഷൻ മെഡിസിനിൽ സിപ്ലാക്റ്റിൻ, മോർഫിനം, ഒത്തിരി മരുന്നുണ്ട് നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട്. താങ്ക് യു. ഓക്കെ രാജേശ്വരി ഡോക്ടറെ. അടുത്തത് സൂര്യ ഡോക്ടറെ ചോദിച്ചോളൂ. ഡോക്ടർ, പിന്നെ ഞാനൊരു CA പ്രോസ്റ്റേറ്റ് ഡോക്ടർ. ഇപ്പൊ ഒരു CA ബ്രസ്റ്റ് കേസിൽ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ നോക്കണമെന്ന് പറഞ്ഞില്ലേ ഡോക്ടർ? അല്ല, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താണ് ഡോക്ടർ? ഈ ബ്ലഡ് ക്യാൻസറില്, പിന്നെ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറില് ഒരു മോഡേൺ മെഡിസിന്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് ആണെന്ന് അവർ കണ്ടുപിടിക്കും. അവർക്ക് അതിനകത്തുള്ള ഹിസ്റ്റോപതോളജിയിലുള്ള സ്റ്റഡിയാണ് ഈസ്ട്രോജൻ പോസിറ്റീവ്, പ്രൊജസ്ട്രോൺ പോസിറ്റീവ്, ട്രിപ്പിൾ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡിഫറൻസിയേഷൻ ഉണ്ട് അതിന്റെ സ്ട്രക്ചറിന്. ഇൻവാസീവ് കാർസിനോമ, പ്രോലിഫറേറ്റീവ് കാർസിനോമ. അപ്പൊ നമുക്ക് അതിനെ പ്രോലിഫറേഷൻ എവിടെ ഉണ്ടോ മയോസിബിലിറ്റി, എവിടെ ഡിസ്ട്രക്ഷൻ വിത്ത് നൊഡുലാർ സെല്ലിംഗ് ഉണ്ടോ സൈക്കോട്ടിക്. നമുക്ക് ആ ഹിസ്റ്റോപതോളജിയുടെ വർണ്ണന തന്നെ ഒരു ക്ലൂവാ. അങ്ങനെയാണ് വേണ്ടത്. ഇതിനും മെഡിസിൻ ഉണ്ട് നമുക്ക്. അസ്റ്റീരിയാസിസ് റുബൻസ്, പൈത്തുലക്ക, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അരിസ്റ്റോലോക്കിയൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ടിഞ്ചർ കൊടുക്കണമെന്ന് തന്നെ, മാസീവ് ഡോസ് കൊടുക്കണം. അതിന്റെ കൂടെ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കണം. പക്ഷെ ഇത് ആ പതോളജി ഫർദർ അതിന്റെ ഇന്റൻസിറ്റി കുറക്കാൻ നല്ലതാ. ഓക്കെ ഡോക്ടർ. അപ്പൊ CA പ്രോസ്റ്റേറ്റ് കേസിലെ ഒരു കേസ് വന്നതിനകത്ത് അത് അവർ നോക്കിയിരിക്കുന്നത് ഈസ്ട്രോജൻ ലെവലാണ് ടെസ്റ്റോസ്റ്റെറോൺ ലെവലാണ് നോക്കിയിരിക്കുന്നത്. അത് ഒത്തിരി ഹൈ ആയതുകൊണ്ട് അത് ലോ ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കുറച്ച് തരാൻ പറ്റുമോ? അതാണ് അവരിപ്പോ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് ഒറ്റ വണ്ടർഫുൾ മെഡിസിൻ ആണ് ചിമാഫിലാംബർക്കേറ്റ്. ടിഞ്ചർ മതിയോ ഡോക്ടറെ? ടിഞ്ചർ കൊടുക്കണം 10 drops twice daily for 6 months. അപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കുറയും ഇല്ലേ ഡോക്ടറെ? ഡെഫിനറ്റ്ലി കുറയും. എന്താണ് അലോപ്പതിയിലെ ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊണ്ട് കിട്ടുന്നത് അതിന്റെ ഇരട്ടി ഗുണം കിട്ടും വിതൗട്ട് പീഡനം. പക്ഷെ PSA 37 ഉണ്ട്. PSA കൂടും ഡോക്ടറെ. PSAക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കണം, അയാളുടെ സ്വഭാവം കണ്ടുപിടിക്കണം, അയാളുടെ ലൈഫ് സ്റ്റൈൽ വേണം, അയാളുടെ സെക്സ് റിലേഷൻഷിപ്പ് എന്തുമാത്രം ഉണ്ടായിരുന്നു, പണ്ട് കക്കാൻ പോയിട്ടുണ്ടോ, ഇപ്പോഴുണ്ടോ, എത്ര നാളായിട്ട് അത് ഒഴിവാക്കി, അയാൾ MB ഉള്ള ആളാണോ, അയാളെ ഫ്ലോറിക് ആയിട്ട് ഈ CA പ്രോസ്റ്റേറ്റിന്റെ ഇതുണ്ടല്ലേ ഡോക്ടറെ? അദ്ദേഹം സെക്സുമായിട്ട് ഈ പ്രോസ്റ്റേറ്റ് CAക്കും യൂട്രൈൻ CAക്കൊക്കെ റിലേഷൻ അത് മാത്രമേ ഉള്ളൂ ഡോക്ടറെ. കാര്യം നമ്മുടെ മനസ്സ് ഈ ആക്റ്റീവ് സെക്സ് എക്സ്പീരിയൻസ് മെന്റലി ഓർ ഫിസിക്കലി ഓരോ വിഷൻ കൊണ്ടോ ഹിയറിംഗ് കൊണ്ടോ തോട്ട്സ് കൊണ്ടോ പ്രസൻസ് കൊണ്ടോ സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടായിട്ടുണ്ടോ PSA കുറയത്തില്ല, പ്രോസ്റ്റേറ്റിന്റെ വലിപ്പം കുറയത്തില്ല. ഈവൻ ഒത്തിരി ലവിങ്നെസ് ഉള്ള വൈഫിന്റെ കൂടെ ഉറങ്ങിയാൽ പോലും PSA കുറയത്തില്ല. ഇദ്ദേഹം ഒരു DYSP ആണ്, റിട്ടയർഡ് DYSP ആണ്. പക്ഷെ ഡെഫിനറ്റ്ലി അദ്ദേഹം ആസിഡ് ഫ്ലോർ ഗ്രൂപ്പിലായിരിക്കും. ഒരു സംശയം വേണ്ട, ഫ്ലോറിക് ആസിഡ് ആയിരിക്കും അവരുടെ കാര്യം. ഒരു മൾട്ടി പാർട്ണർ ആസ്വദിച്ചിട്ടുള്ളവരായിരിക്കും ഡെഫിനറ്റ്ലി. അപ്പൊ ഒരു ഫ്ലോറിക് ആസിഡിനെ പറ്റി ചിന്തിക്കുക ഡോക്ടർ. ഇദ്ദേഹത്തിന് ഇപ്പൊ വൈഫായിട്ട് റിലേഷൻസ് 3 years ആയിട്ട് ഇല്ല.
ബിക്കോസ് കോണ്ടാക്ട് സമയത്ത് പെനിസിൽ ഒരു പെയിൻ വരുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അതെ പക്ഷെ അതെ അതെ സിവിയർ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 70. ഏഹ് 70. ആണോ? 70 ബിഫോർ 3 months വരെ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു സെക്ഷൽ ക്രേവിംഗ് ഉള്ള ആളാ. ഈവൻ ഈ ഏജിൽ പോലും പെയിൻ ഉണ്ടെങ്കിലും മാസ്റ്റുർബേഷൻ സിവിയർ ആയിട്ട് അറ്റ് പ്രസന്റ് ഉണ്ട്. കണ്ടോ? അപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ചോദിക്കുക. അത് ആസിഡ് ഫ്ലോറും ഉസ്റ്റിലാഗോ മേഡിസുവാ. അപ്പൊ നമ്മൾ ഈ ചിമോഫില മാറ്റി ഉസ്റ്റിലാഗോ മേഡിസ് ടിഞ്ചറും ഫ്ലോറിക് ആസിഡ് 10 എണ്ണം കൊടുക്കുക. അയോസിയാമസിനെ പറ്റി ചിന്തിക്കും ഇടയ്ക്ക് ഇന്റർകറന്റ്. അപ്പൊ ഹോർമോൺ കുറയും. ഇത്രയും ഒരു ഡെഫിനറ്റ് ഇപ്പൊ ആക്റ്റീവ് കാലത്ത് ഭയങ്കരമായിട്ട് ഒരു യൂണിവേഴ്സൽ ഡോണർ ആയിരിക്കണം. ഭയങ്കര ചൂടനായ ഭയങ്കര ദേഷ്യക്കാരനാണ്. അതുകൊണ്ട് ഞാൻ നക്സോമിക്കാന്ന് വിചാരിച്ചു. ഇല്ല ഡോക്ടറെ, ഒരിക്കലും നക്സോമിക്ക എന്ന് പറയണത് അതേ ഈ നക്സോമിക്ക എന്ന് പറയണത് തന്നെ സ്വാത്വിക ഭാവത്തില് അവരുടെ വർക്ക് ഹോളിസം കൊണ്ട്. നക്സോമിക്ക എന്നും ഈ പോലീസ് ഗ്രൂപ്പിൽ വരണ മെഡിസിനേ അല്ല. ഇതല്ല, ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഭയങ്കര ദേഷ്യക്കാരനും എടുത്തുചാട്ടവും ഭയങ്കര. ഇല്ല അദ്ദേഹത്തിന്റെ ദേഷ്യം വരുന്നത് ഡോക്ടർ സ്റ്റഡി ചെയ്യും. ഒന്നെങ്കിൽ ഓറമെറ്റായിരിക്കും. അതിന്റെ ഇൻഫ്ലേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ഈ അരിശം വന്നു കഴിഞ്ഞാൽ അടുക്കി പിടിക്കുവോ, അത് പൊട്ടിത്തെറിക്കുവോ, എന്തിനു പൊട്ടിത്തെറിക്കുന്നു, പൊട്ടിത്തെറിച്ചിട്ട് എങ്ങനെ റിലാക്സ് ചെയ്യുവോ. ഇപ്പൊ ഈ അവസ്ഥയിൽ തന്നെ അരിശം വന്ന് ചീത്ത പറഞ്ഞ് അടി കൊടുത്തേച്ചും കെട്ടിപ്പിടിച്ച് മാപ്പ് പറയും. ആര് പറയും? ഏത് മരുന്നാ പറയുന്നത്? സങ്കടപ്പെടും. അയ്യോ ഞാൻ എന്റെ അരിശത്തിന് പറഞ്ഞ അടി, നീ വിഷമിക്കേണ്ട. പിള്ളേരോട് പറയും, മോനെ ഇപ്പൊ സങ്കടം കൊണ്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ അരിശം കൊണ്ട് ഞാൻ വിഷമിക്കുന്നത്. ലൈക്കപ്പൊടി അങ്ങനെയാ. ഓറമ്മറ്റാണെ പറയും നീയൊക്കെ അനുഭവിക്കും, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയിക്കളയും. ക്ലോസ് മൗത്തടാ. പിന്നെ ഒരു 5 ദിവസം മിണ്ടത്തില്ല. ഒരു ആൽക്കഹോളിസം അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഈ സിവിയർ ആയിട്ടുള്ള ഒരു സെക്ഷൽ ക്രേവിംഗും ഒക്കെ കൂടെ വെച്ച് നോക്കുമ്പം ഇസ്റ്റിലാഗോ മേഡിസ്, അയോസിയാമസിന് ജോർജ് വിത്തൽകോഷ് പറയുന്നത് അവർക്ക് സാറ്റിസ്ഫാക്ഷനിൽ കൂടുതൽ എക്സ്പോഷർ ഇഷ്ടമാണെന്ന്, അതിനെപ്പറ്റി പറയാൻ ഇഷ്ടമാണെന്ന്. അപ്പം ഇപ്പൊ ബിഫോർ 3 months വരെ 70 ഏജിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പേഴ്സണൽ ലൈഫിന് കഴിഞ്ഞിട്ട് ഒരു MP ഉണ്ടായിരുന്നെങ്കിൽ അത് പറയുന്ന ഒരു വൾഗത്തരം ആ കേൾക്കുന്ന ആളിന് സുഖം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സുഖം ഉണ്ടെന്നുള്ള ഒരു ഭാവം ഉണ്ടായിരിക്കും. അവിടെ അയോസിയാമസിന് ഒത്തിരി പ്രസക്തമാണ്. ടെറന്റുല ഹിസ്പാനിയായും ബിഫോറാനായും അതിന്റെ കൂടെ ചേർക്കാം. ബിഫോറാനാണെങ്കിൽ ഒളിച്ചു പാത്തിരുന്ന് ഇത് പാടിയും പറഞ്ഞും ചെയ്തു ആസ്വദിക്കും. ടെറന്റിലാണെങ്കിൽ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആകും. വൈഫ് പറഞ്ഞാണല്ലേ? വൈഫ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞില്ല. ഈ ഒരു കാര്യം മാത്രം അദ്ദേഹം വിളിച്ചു വെച്ചു. പക്ഷെ മാസ്റ്റുർബേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വൈഫായിട്ട് റിലേഷൻ ഇല്ല. അങ്ങനെ അത് വൈഫാ പറഞ്ഞത്. ഇപ്പൊ PSA കുറയാൻ പാടാ ഡോക്ടർ. അത് കാട് കയറിപ്പോവും. പിന്നെ കാട് കയറിപ്പോവും. അത് മാത്രമല്ല നമ്മുടെ മെഡിസിൻ ആക്ട് ചെയ്ത് വരാൻ ഒരു 3-4-5 മാസമെങ്കിലും എടുക്കും. ഹോമിയോയെ കഴിക്കത്തുള്ള നിർബന്ധ വാശിയിൽ ആണ്. ഡോക്ടർ ഒരു കാര്യം ചെയ്യും, ഒരു കൊണിയമ്മാക്ക് 10 എണ്ണം കൊടുക്കും. കൊണിയമ്മാക്ക് 10 എണ്ണമും ഉസ്റ്റിലാഗോ മേഡിസ്, ചിമാഫില 3x കൊടുക്കും. ഫെറംപിക്രിക്കും കൂടെ കൊടുത്ത് നോക്ക്. 2 മാസം കഴിയുമ്പം PSA നോക്ക്. PSA കൂടുതലാണ്ട് ഞാൻ ഫെറംപിക്രിക്കും കൊണിയും കൊടുത്തു. പക്ഷെ 10 എണ്ണം കൊടുത്തില്ല. ഞാൻ അയ്യോ 10 എണ്ണം കൊടുത്തില്ലെങ്കിൽ ഇയാൾക്കൊന്നും ഒരു ഗുണവും ചെയ്തു. എന്നെ അനുഭവം പറഞ്ഞ കേട്ടാ. ചിലപ്പം 01 കൊടുത്ത് അനുഭവം ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും, നിഷേധിക്കില്ല. ഞാൻ വണ്ണമാ കൊടുത്തത്, 01 അല്ല ഡോക്ടർ, വണ്ണം. 10 എണ്ണം കൊടുത്ത് നോക്ക് ഡോക്ടർ. അടുത്ത വരുമ്പോ 10 എണ്ണം കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇനി സമയം വളരെ കുറവാണ്. 1 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡോക്ടർ, ഞങ്ങൾക്ക് ക്യാൻസറിന്റെ ഒരു പ്രോട്ടോകോൾ പോലെ എടുക്കും ഡോക്ടറെ. എന്ന് വെച്ചാൽ CA ബ്രസ്റ്റ് കേസ് വന്നു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, അങ്ങനെ ഒരു ഐഡിയ തരും ഡോക്ടറെ. ഇതാരാണ്? ഡോക്ടർ ബീന? അല്ലല്ല, ഇതിപ്പോ പറഞ്ഞ സൂര്യ ഡോക്ടർ ആഡ് ചെയ്തതാണ്. ഇനി അടുത്ത ഡോക്ടർ ബീന. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ.
ഒന്നുകൂടി. ആ ഓക്കെ. ഡോക്ടർ നോൺ ഹോഡ്കിൻസ് ലിംഫോമ മെഡിസിൻ എന്താ കൊടുക്കുക? നോൺ ഹോഡ്കിൻസിന് ജനറലി ലിംഫോമാസ് 3-4 ടൈപ്പ് അല്ലേ? അതില് ഇത് ലിംഫ് ഗ്ലാൻഡിൽ ഡീപ്പായിട്ട് എഫക്ട് ചെയ്യുകയും മെറ്റാസ്റ്റാസിന് സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാൻസറിൽ പെട്ടതാണ് നോൺ ഹോഡ്കിൻ ലിംഫോമ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡോക്ടർക്ക് വേണ്ടത് പതോളജി ആണോ മെഡിസിൻ ആണോ? മെഡിസിൻ. എന്താ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? മെഡിസിൻ ആണ് ചോദിച്ചത്. അതിനകത്ത് ഏറ്റവും നമ്മൾ ആദ്യം പഠിക്കുന്നത് അത് ഒരു കാൽക്കേറിയ ഗ്രൂപ്പ് ആണോ നാട്രം ഗ്രൂപ്പ് ആണോ ബെറേറ്റ കാര്യം ഒരു ലിംഫാറ്റിക് ടിഷ്യൂസില് പതോളജി ജനിക്കണമെങ്കിൽ ഒരു ലിംഫാറ്റിക് സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഗ്ലാൻഡുലർ എഫക്റ്റ് ആണ് മെഡിസിൻസ് ഏതൊക്കെയാ? കാൽക്കേറിയ ഗ്രൂപ്പ്, ബെറേറ്റ ഗ്രൂപ്പ്, കാർബൺ ഗ്രൂപ്പിലാണ് കാർബോ ആനിമലിസ്, കാൽക്കേറിയക്കാരിലാണെങ്കിൽ കാൽക്കേറിയ അഡേറ്റം, ബെറേറ്റയിലാണെങ്കിൽ ബെറേറ്റ അഡേറ്റവും ബെറേറ്റ മോറും ബെറേറ്റ അസറ്റിക്കോ. പിന്നെ ഇത് ടോട്ടലി ചില്ലി പേഷ്യന്റ് ആണെങ്കിലോ ഇതെല്ലാം ഔട്ടായി സിസ്റ്റസ് കനാഡൻസിസ്. ഇതൊരു സിഫിലിറ്റിക് പേഷ്യന്റിലാണെങ്കിലോ സ്ക്രോഫുലാറിയ നൊഡോസാക്കി വയറ്റിലേക്കാക്കും ഭയങ്കര എഫക്റ്റാ. അപ്പം നമ്മള് അത് അയാൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു, അയാളുടെ മയാസം ഏതാണ്, അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അപ്പൊ ഈ സിസ്റ്റേഴ്സ് അങ്ങനെ വലിയ ചില്ലി പേഷ്യന്റ് ആണല്ലേ സാറേ? പിന്നെ സോർണം പോലെ ചില്ലിയാണ്. അപ്പൊ ഹോട്ടായിട്ടുള്ള പേഷ്യന്റിൽ സിസ്റ്റേഴ്സ് കൊടുക്കരുത്, ദോഷമാ. അല്ല നമ്മള് ചില്ലി ആണെങ്കിൽ അപ്പൊ സിസ്റ്റേഴ്സ് കൊടുക്കാം. ചില്ലി എന്ന് പറഞ്ഞാൽ ചില്ലി ശരിക്കും സോറിക്കും വേണം, ട്യൂബർക്കുലാർ സോറി. കാര്യം പുതച്ച് കിടക്കണം, ഫാനിടരുത്, ചൂട് കഴിക്കണം. ഈ ചൂടത്ത് ഒരു പേഷ്യന്റ് ഈയിടെ പറഞ്ഞു അവര് മറ്റേ എന്തോന്ന് തീ കൂട്ടിയിട്ടിട്ട് അതിന്റെ അടുത്തിരിക്കുവോ. ഡെഫിനറ്റ്ലി സോറിക്കും. അതിന് 4 ഇന്റൻസിറ്റി കൊടുക്കണം. ഫസ്റ്റ് മെഡിസിൻ ഈസ് സോർനം, സെക്കൻഡ് ഈസ് ട്യൂബർക്കുലിനം, the concomitant medicines is epar sulf, beretta carb, cistus canadensis, arsenicum. ഓക്കെ. അല്ല അതൊരു പ്രത്യേക എനിക്ക് തന്നെ അതിശയം തോന്നിയോണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളു. അതൊക്കെ ഡോക്ടറെ അതല്ല, ദൈവം കൊണ്ടുവന്ന് ഡോക്ടർക്ക് തരുവാ അത്. പിന്നെ ലിവിങ് ഗോഡ് തരുവാ ക്ലൂ. അതൊക്കെ നമ്മൾ അതുപോലെ ചെയ്യണം. അത് ഡെഫിനറ്റ്ലി ഡോക്ടർക്ക് മാത്രം കൊണ്ടുവന്ന സിന്ധുവാ. അതൊരു 100 പേഷ്യന്റ് വരുമ്പോ ഒരു പേഷ്യന്റേ നമുക്ക് തരത്തുള്ളൂ. നമ്മുടെ അതാ പറഞ്ഞത്, കേരളത്തിൽ വളരെ പ്രബലമായിട്ട് നല്ല പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ തന്നെ ഒരു ഡോക്ടർക്ക് ലിംഫോമ വന്ന്, അപ്പൊ അദ്ദേഹം എന്നോട് ഒരു അഭിപ്രായം ചോദിച്ച് എന്നോട് ട്രീറ്റ് ചെയ്യാനും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ക്ലൂ തിരക്കി നടന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ഹോട്ടാണ്, ഭയങ്കര തണുത്തതേ കഴിക്കത്തുള്ളൂ, ഭയങ്കര വിശപ്പാണ്. രാവിലെ ഒറ്റയ്ക്കിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്ക് ഡിസ്പെൻസറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ച് കഴിക്കുന്നുണ്ട്, അപ്പോഴും കൂടെ ഇരുന്ന് 6 ഇഡ്ഡലി തിന്നുവന്നാ മതി. പൊക്കമുണ്ട്, വണ്ണം കുറവാണ്. കണ്ടോ, അതാണ് ക്ലൂ. അയഡമാ. നമ്മൾ അയഡം 03 തുടങ്ങി, ഇപ്പൊ 6 മാസം കഴിഞ്ഞപ്പോ 2-3 ഗ്ലാൻഡ് ഒഴിച്ച് മുഴുവൻ ഗ്ലാൻഡും വാനിഷ് ചെയ്ത് ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു പോയില്ലേ. അപ്പൊ അതുപോലെയുള്ള ക്ലൂ കിട്ടും നമുക്ക്. അപ്പൊ അതുപോലെ നമ്മള് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ എന്തിനാ? മരുന്നിന്റെ മയാസം അറിയണം, മനുഷ്യന്റെ മയാസം അറിയണം, അസുഖത്തിന്റെ മയാസം അറിയണം. വളരെ എന്തായാലും സമയം പോയത് അറിഞ്ഞില്ല സാറേ. എന്തായാലും വളരെ പ്രയോജനം ചെയ്ത് ഡോക്ടർ മധുവിന് നന്ദി പറയുന്നതിന് ഞാൻ ഡോക്ടർ ഹ്യൂബർട്ടിനെ ക്ഷണിക്കും. അനന്തം അനന്തം അജ്ഞാതം അവർണ്ണനീയം. അത്രയും പറയുന്നുള്ളൂ. നിങ്ങളുടെ അവിടെ കൂടുമ്പോ ഞാനിങ്ങനെ ഇല്ല, ഞാന് ഇപ്പൊ കോവിഡിനാണ് നന്ദി പറഞ്ഞോണ്ടിരിക്കുന്നത്, സാറിനല്ല.
ഇത് തുടങ്ങിയ ഈ കോവിഡ് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മഹാഭാഗ്യം സത്യം ഉണ്ട്. പറഞ്ഞു സാറിനെ പോലെയൊക്കെ ഉള്ള ഇത്രയേറെ ജ്ഞാനവും എത്രയേറെ ആഴത്തിൽ പഠിക്കുകയും അത് പറഞ്ഞു തരാനുള്ള മനസ്സും എല്ലാം ഒന്ന് ഈ ഓരോരുത്തർ തൊടുമ്പോഴും അതിനെ തുടർന്ന് അങ്ങ് പോവുകയാണ് അനന്തമജ്ഞാതം അവർണ്ണനീയം എന്ന് പറയുന്ന രീതിയിൽ അത്രയേറെ ആ ഒരു അനുഭവജ്ഞാനവും ദൈവീകതയും ഒക്കെ നിറഞ്ഞിട്ടുള്ള സാറിന്റെ ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. കാരണം സാറ് നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ദൈവമാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടത്, അത് എന്തുകൊണ്ട് വിട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു കാരണം കാണും എന്ന് പല പ്രാവശ്യം സാർ ആവർത്തിച്ചു. അപ്പൊ അതൊരു സത്യമാണ് ഡോക്ടറെ. അപ്പോഴാണ് നമുക്കൊരു ഉന്മേഷം കിട്ടുന്നത്, നമുക്ക് പഠിക്കാൻ തോന്നുന്നത്, നമ്മൾ കണ്ടെത്താൻ വേണ്ടി വർക്ക് ചെയ്യുന്നത് അപ്പോഴാ. ഹ്യൂബർട്ട് ഡോക്ടർ അപ്പൊ നമ്മള് ഡെസ്റ്റിനേഷനിലെത്തും. എന്തായാലും പറഞ്ഞല്ലേ പറഞ്ഞേരെ എങ്ങനെ നന്ദി പറയാൻ നന്ദി അറിയത്തില്ല എനിക്ക് തീർക്കുന്നില്ല, തീർക്കണ്ട. നന്ദി 10 മിനിറ്റ് കൂടെ അങ്ങ് പോട്ടെ. എന്തായാലും പറഞ്ഞേരെ കേൾക്കാൻ ഡോക്ടറെ. അദ്ദേഹം ചോദിക്കട്ടെ എന്നോട്, ഈ രാത്രി എവിടെ പോവാനാ? ഇതൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ് മാത്രമല്ല ഇതൊരു നമ്മുടെയൊക്കെ ലൈഫില് പിടികേറാനും പറ്റുന്ന ഒരു വലിയ നന്മയുള്ള സിസ്റ്റം ദൈവം തന്നെ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുക. നമ്മളത് ഉപയോഗിക്കണം. എല്ലാരും വളരണം, ഡെഫിനറ്റ്ലി വളരണം. ഏതായാലും ഒരു മഹാഭാഗ്യമാണ്. ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. കാരണം എന്ന് വെച്ചിരുന്നാല് ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ സാർ അത് എന്ത് ആഴത്തിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു മഹാഭാഗ്യം. അത് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ദൈവിക നിശ്ചയമാണ്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം തീരുമാനിച്ചിട്ടുള്ള ലോകത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെയോ ഓരോ മൂലകളിൽ പ്രാക്ടീസ് ചെയ്ത് ഞാനാണ് ഏറ്റവും വലുതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികളൊക്കെ ഈ കൂട്ടത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഞാനൊന്നുമല്ല ഞാനിനി എത്രമാത്രം പോകേണ്ടിയിരുന്നാൽ പോലും ഞാനൊന്നും അല്ല എന്നുള്ളത്. ഏതായിരുന്നാലും സാറിന്റെ നന്ദി പറയുന്നു സാറിന്. സാറിന്റെ വിജ്ഞാനവും വിനയത്തിനും, സാറിന്റെ വിനയം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ആ സന്മനസ്, ഉയർന്ന സന്മനസ്, അതിന് എല്ലാ വിധത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്, വാക്കുകൊണ്ടും ഹൃദയം കൊണ്ടും സ്നേഹം കൊണ്ടും. താങ്ക് യു സാർ. നന്ദി ഹ്യൂബർട്ട് ഡോക്ടറെ. എന്തായാലും ഹ്യൂബർട്ട് ഡോക്ടർ പറഞ്ഞ പോലെ അനന്തം അജ്ഞാതം അവർണ്ണനീയം, അതില് അജ്ഞാതമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ട്. സാറ് കാലങ്ങളിൽ സാറിന്റെ സൗകര്യം അനുസരിച്ച് നമുക്ക് ബാക്കി അജ്ഞാതമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇനിയും സാർ നമുക്ക് പറഞ്ഞു തരും എന്നുള്ള പ്രതീക്ഷയിൽ എന്തായാലും വളരെ നല്ല, ഹ്യൂബർട്ട് ഡോക്ടർ പറഞ്ഞ പോലെ വളരെ നല്ല, സാറൊക്കെ ഹോമിയോപ്പതിക്ക് ഒരു വലിയ അഭിമാനം തന്നെയാണ്. സാറ് എന്നെ പോലെയുള്ള ആൾക്കാര് മുമ്പിൽ നമ്മൾ നമിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നല്ല ക്ലാസ് എടുത്ത് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.